പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുന്നല്ലോ. സകലത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. സകല കാര്യങ്ങളെയും അറിയുന്ന ദൈവം, നമ്മളെ അത്ഭുത സാക്ഷ്യമാക്കുന്ന ദൈവം എല്ലാ മേഖലയിലും നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കർത്താവ് ഒരു സാക്ഷിയാക്കി മാറ്റും. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നു, അത്ഭുതങ്ങളെ അനുഭവിക്കുന്നു, കർത്താവിന്റെ ആലോചനകളെ കേട്ടുവരുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്നും ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ അനുഭവിക്കുവാൻ, അത് കാണുവാൻ, അനുഭവിക്കുവാനൊക്കെയും കർത്താവ് നമ്മളെ ഇടയാക്കും. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണോ? സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത എന്താണെന്നുള്ളത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? തക്ക സമയത്ത് നിവർത്തി വരുവാൻ വേണ്ടി ദൈവം ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുന്നു. തക്ക സമയത്ത് ഇത് വെളിപ്പെടുത്തും. വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ചില്ല. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. നമ്മൾ ഇന്നലെ കേട്ട വാക്ക് പോലെ തന്നെ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. കാൽവരി ക്രൂശിൽ കർത്താവിന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്, എനിക്ക് ദീർഘായുസുണ്ട്. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ഒരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല, എൻ്റെ മേൽ അനുവാദമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഞാനിത് കേൾക്കും. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. നമ്മൾ ഇന്നലെ കേട്ട വചനം പോലെ തന്നെ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പൊ നമ്മൾ 2-3 കാര്യങ്ങൾ ഇന്നലെ പ്രാർത്ഥനയിൽ മനസ്സിലാക്കി. ഒന്നാമത് എന്തായിരുന്നു ആ കാര്യം എന്നുള്ളത് നിങ്ങൾ ഓർമ്മ? ഒന്നാമത്തെ ചിന്ത എന്നാന്ന് ഓർക്കുന്നുണ്ടോ? മിനിഞ്ഞാന്ന് കേട്ടത് ക്രിസ്തുയേശുവിലുള്ള അറിവ്. ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. വലിയ കാര്യങ്ങളെ ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട് നമ്മുടെ കുറവുകളും ബലഹീനത, അതാണ് തുടങ്ങിയത്. നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നാമത് കേട്ടു, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് ഇന്ന് പ്രവേശനമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ പോയിട്ട് എൻ്റെ കുറവുകളോ ബലഹീനതകളോ നോക്കരുത്. 2-ാമത്തെ ദിവസമാണ് നമ്മൾ കേട്ടത് തക്ക സമയം. ഇന്നലെ കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നതാണ് പ്രത്യാശ എന്ന വലിയ ചിന്ത. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവമാണ്. പ്രത്യാശ എന്താണ്? പ്രത്യാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച വാക്യം തന്നെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷിയെ നീക്കുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാര്യം മുറുക്ക പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ വാക്യങ്ങൾ. പ്രത്യാശയുടെ സ്വീകാര്യം മുറുക്ക പിടിക്കുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. അപ്പൊ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന പിതാവിലേക്കുള്ള പ്രവേശനത്തെ പറ്റി ഇവിടെ ബൈബിൾ പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പറഞ്ഞായിരുന്നു. കൃപാസനത്തോളം അടുത്തു വരുവാൻ. കൃപാസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈബിൾ വായിക്കണം. പഴയ നിയമത്തിൽ എന്താണ് കൃപാസനം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമായിരുന്നു കൃപാസനം. അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം പാപപരിഹാര ബലിയുമായി ചെല്ലുന്ന ആ സമയത്തല്ലാതെ മറ്റാർക്കും അവിടെ പ്രവേശിക്കുവാൻ അനുവാദമില്ലായിരുന്നു.
ആ മനുഷ്യർക്ക്, സാധാരണ മനുഷ്യർക്ക് അങ്ങോട്ട് നോക്കുവാൻ പോലും, അങ്ങോട്ട് പ്രവേശിക്കാൻ പോലും അനുവാദമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ക്രൂശില മരണത്തിലൂടെ കർത്താവ് എന്ത് ചെയ്തു? ആ ദേഹം എന്ന തിരശീല രണ്ടായി കീറി മനുഷ്യനെയും ദൈവത്തെയും അകറ്റി നിർത്തിയിരുന്ന ആ തടസ്സം നീക്കിയിട്ട് ബൈബിൾ പറയുന്നു നമ്മളെ എങ്ങോട്ട് പ്രവേശിപ്പിച്ചു? പിതാവിൻ്റെ അടുക്കലേക്ക്, വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇനി 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ പ്രത്യാശയുടെ സ്വീകാര്യം മുറുക്ക പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. അപ്പൊ ഇവിടെ നമ്മോട് പറയുന്ന പ്രത്യാശയുടെ സ്വീകാര്യം മുറുക്ക പിടിക്കുക. അപ്പൊ പ്രത്യാശ എന്ന് പറയുന്നത്, ഞാൻ അന്ന് അല്പനേരം സംസാരിച്ചു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എന്താണ് പ്രത്യാശ എന്ന് പറയുന്നത്? പ്രത്യാശ എന്നാണ് ഞാൻ പറഞ്ഞു, പ്രത്യാശ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പ്രത്യാശ. നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും പറയാറുണ്ട് അല്ലേ, എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ഭവിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പൊ പ്രത്യാശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചറാണ്, ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നതാണ് പ്രത്യാശ. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പ്രത്യാശയോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം വിശ്വസിക്കുന്ന കാര്യവും പ്രത്യാശിക്കുന്ന കാര്യവും തമ്മിൽ ഒന്നാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു ആ വിശ്വസിക്കുന്ന കാര്യവുമായിട്ട് പ്രത്യാശയ്ക്ക് വളരെ ബന്ധമുണ്ട്. നമുക്കറിയാം ഏറ്റവും വലിയ പ്രത്യാശ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വീണ്ടും നമ്മളെ ചേർക്കാൻ വേണ്ടി വരും. അപ്പൊ യേശു ക്രിസ്തു വീണ്ടും നമ്മളെ ചേർക്കാൻ വേണ്ടി വരും. അതിനായിട്ട് നമ്മളെല്ലാം അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് നമ്മളെല്ലാവരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെ. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും പറ്റി കേൾക്കുമ്പോൾ കാലം അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു എന്നൊക്കെ ബൈബിളിൽ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ലോകത്തിൽ പലതും സംഭവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിന് മുന്നാടിയായി പല കാര്യങ്ങൾ, അടയാളങ്ങൾ ലോകത്തിൽ സംഭവിക്കും. നോക്കിക്കേ, ഇവിടെ വചനം പറയുന്നു പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. അപ്പൊ പ്രത്യാശ നമുക്ക് ദൈവം തരുന്നതാണ്, വിശ്വാസം ദൈവം തരുന്നതാണ്, പ്രത്യാശ ദൈവം തരുന്നതാണ്. അപ്പൊ എന്താണ് ഈ പ്രത്യാശ എന്നുള്ളത്? റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ പറ്റും. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി വിശ്വസിക്കുന്നതിലൂടെ സകല സന്തോഷവും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നോക്കിക്കേ, അപ്പൊ പ്രത്യാശ നൽകുന്ന ദൈവം, അപ്പൊ നമുക്ക് ദൈവം എന്ത് നൽകുന്നു? പ്രത്യാശ നൽകുന്നു. അപ്പൊ പ്രത്യാശ നൽകുന്നത് എങ്ങനെയാണ്? അവിടെ നിങ്ങൾ ആ വാക്ക് വിശ്വസിക്കുന്നതിലൂടെ സകല സന്തോഷവും സമാധാനവും. അപ്പൊ നമുക്ക് ഒരു കാര്യം വിശ്വസിക്കുന്ന സമയത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥന, ഒരു കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, കർത്താവിന്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ അകത്തുണ്ടാകുന്ന ഈ മൽപ്പിടുത്തം വരുമ്പോഴാണ് നിങ്ങളുടെ അകത്ത്, നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ അല്ല, പലരും സൗണ്ട് ക്ലിയർ അല്ല എന്ന് എഴുതിയേക്കുന്നു. ഓഡിയോ ക്ലിയർ അല്ല? അപ്പൊ നിങ്ങൾ സൗണ്ട് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോണം? നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്താൽ മതി. നിങ്ങളുടെ സൗണ്ട് ഒക്കെ ക്ലിയർ ആകാൻ ഇടയായിത്തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇവിടെ വചനം പറയുന്നു പ്രത്യാശ നൽകുന്ന ദൈവം. നമുക്ക് ദൈവം എന്ത് നൽകുന്നു? പ്രത്യാശ നൽകുന്നു. അപ്പൊ എന്താണ് പ്രത്യാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന സമയം വരെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഘടകമാണ് പ്രത്യാശ. ഈ പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോ. അതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞത്, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ അകത്തോട്ട് പലപ്പോഴും ടെൻഷനും ഭാരങ്ങളും ഒക്കെ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പ്രത്യാശ നമ്മളിൽ കുറയുമ്പോഴാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, പ്രത്യാശ എന്ന് പറഞ്ഞാൽ നടക്കും എന്ന കാര്യത്തെ പറ്റിയുള്ള എൻ്റെ ഉള്ളത്തിലുള്ള ഉറപ്പാണ് പ്രത്യാശ. വിശ്വാസവും അത് തന്നെയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണെങ്കിൽ പ്രത്യാശയും അത് തന്നെയാണ്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ എൻ്റെ ഉള്ളത്തിൽ ബലമായി എനിക്ക് മാറുന്നതാണ് പ്രത്യാശ. ബലമായി എൻ്റെ ഉള്ളത്തിൽ മാറും. നോക്കിയേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളിൽ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി.
അപ്പൊ പ്രത്യാശ എൻ്റെ ഉള്ളിൽ നൽകുന്ന ഒരു ദൈവം ഉണ്ടല്ലേ, എൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശ നൽകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, നമ്മൾ ഈ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ അകത്ത് സംശയ വിചാരങ്ങൾ, നമ്മുടെ അകത്ത് ഭാരങ്ങൾ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പല കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ മാറാതെ, സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അനുകൂലമല്ല, വിപരീതമായി പലതും നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ, പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ പറയും, ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണോ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും എന്താണ്, കാര്യങ്ങളൊന്നും റെഡിയായി വരാത്തതെന്ന് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിത്തോളം, നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് പ്രത്യാശ. അതായത് പ്രത്യാശ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നതല്ല, കണ്ണുകൊണ്ട് പ്രത്യാശ. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരാൾ പറയുകയാണ് ഭാവിയിലൊക്കെ ഞാൻ ശുഭഭാവിയെ പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ, എൻ്റെ ഭാവിയിൽ എനിക്ക് നല്ല കാലം ഉണ്ടാകുമെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ്. എന്നോട് നോക്കി പറയാം, ഇന്ന് വിശ്വസിക്കുന്ന കാര്യമാണ് എൻ്റെ പ്രത്യാശ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ എൻ്റെ ഭാവി ശുഭഭാവി ഉണ്ടാകും, ശുഭഭാവി ഉണ്ടാകും. അപ്പൊ ഉണ്ടായിട്ടില്ല, അതുണ്ടാകുമെന്ന് ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് വിശ്വസിക്കുന്ന കാര്യം നാളെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാകും എന്നതാണ് പ്രത്യാശ. അപ്പൊ എന്താണ് ഈ പറഞ്ഞത്, പ്രാർത്ഥനയുടെ തടസ്സങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് നിങ്ങളിൽ പ്രവർത്തിക്കണം. എങ്ങനെയാ പ്രവർത്തിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, പ്രത്യാശ നൽകുന്ന ദൈവം. അപ്പം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാകുന്നത് ഒന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാകുന്നത്? വചനം കേൾക്കുമ്പോൾ വചനത്തിൽ കൂടി വിശ്വാസം ഉണ്ടാകും. ആമേൻ. ഒരു വ്യക്തി വചനം കേൾക്കുന്നതിലൂടെ ആ വ്യക്തിക്കകത്ത് വിശ്വാസം ഉണ്ടാകുന്നതെങ്കിൽ അതേ വചനം തന്നെയാണ് നിങ്ങൾക്ക് വിശ്വാസവും പ്രത്യാശയും നൽകുന്നത്. അപ്പൊ വചനം എനിക്കൊരു പ്രൂഫാണ്. എപ്പോഴും ഞാൻ പറയാം, വചനം എനിക്കൊരു പ്രൂഫാണ്. വചനം എനിക്കൊരു പ്രൂഫാണ്. നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും, കാണാത്ത കാര്യങ്ങൾ എനിക്ക് ഉണ്ട് എന്നുള്ള എൻ്റെ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ പ്രത്യാശിക്കുന്നുണ്ട്, പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ ഉറക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പലതും കാണാൻ പറ്റാത്ത രീതിയിൽ അത് മറയപ്പെട്ടു പോകുമ്പോൾ എൻ്റെ കയ്യിൽ അത് നടക്കും എന്നതിനാകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്നാ ഒന്ന് പറ. നടക്കും എന്നതിന്റെ തെളിവ് എന്തുവാ? വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വചനം. അപ്പം വചനം എന്ന് പറയുന്നത് ദൈവം എന്നോട് സംസാരിക്കുന്നതാണ്. എന്നാലോചിച്ച് നോക്കിയേ, വിശ്വാസം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമെങ്കിൽ അതേ വചനം തന്നെയാണ് എൻ്റെ പ്രത്യാശ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി പറയുകയാണ് എനിക്ക് ശുഭകാലം ഉണ്ടാകുമെന്ന് അയാൾ കോമൺ ആയിട്ട് ലോക മനുഷ്യൻ പറയുമ്പോൾ, നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് ധൈര്യത്തോടെ വരണം, 2026 എൻ്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ കാണാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് ഇരുന്നു കൊണ്ട് വിത്തുകളെ പാകണം. ഇന്ന് നിങ്ങൾ വിത്ത് പാകാതെ. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം ഞാൻ പറയാം, നിങ്ങളിപ്പോൾ ഒരു വിഷയത്തിൻ്റെ അകത്ത് ടെൻഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ടെൻഷൻ അടിച്ചിരുന്ന് കരയുന്നതോ ഭാരപ്പെടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് വറീഡാകുന്നതാണ് പല ആൾക്കാരും ചെയ്യുന്നത് അല്ലേ. പല ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ സങ്കടപ്പെടുക. നിങ്ങളും ഞാനും ഒക്കെ ഉൾപ്പെടെ നമ്മൾ സാധാരണ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭാരപ്പെടുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ വിത്തുകളെ വിതയ്ക്കണം. വിത്ത് വിതച്ചിട്ട്, അതുകൊണ്ട് ഞാൻ ഇന്നാള് പ്രത്യാശയെ പറ്റി ഒരു വാക്ക് പറഞ്ഞായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യണം, ബൈബിളൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ലൊരു ചെടി നടണം. കൃഷി ചെയ്യുന്നവരാകണം നിങ്ങളെല്ലാവരും. ഇന്ന് മുതൽ എന്ത് ചെയ്യണം, നാളെ പോയിട്ട് എവിടുന്നെങ്കിലും കുറേ വിത്ത് മേടിച്ചുകൊണ്ട് വന്ന്, കുറേ ഏതെങ്കിലുമൊക്കെ ഒരു വിത്ത് മേടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ വീടിൻ്റെ മുമ്പിലേക്ക് അത് പാകണം. എന്തെങ്കിലും ഒരു ചെടി വെക്കണം, നന്നായിട്ട് വളർന്ന് പന്തലിക്കാൻ സാധ്യതയുള്ള ഒരു ചെടി. അത് വെച്ചിട്ട് നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, അതിന് വെള്ളം നനയ്ക്കണം. അതിനെ നനച്ച് അതിനെ നട്ടു വളർത്താൻ ശ്രമിക്കണം. എന്തിനാ നട്ടു വളർത്തുന്ന അറിയാവോ? ഇത് നിങ്ങൾ ഇതേപോലെയാണ് നിങ്ങൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണിട്ട് നിങ്ങൾ അനുദിനം അതിനെ നനയ്ക്കണം. എങ്ങനെ നനയ്ക്കുന്ന അറിയാവോ? നിങ്ങൾ ആ വചനം പറയണം. വചനം ഇപ്പം ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ബ്രദറെ എനിക്കിപ്പം വചനം കേൾക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമൊന്നും കാണാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ച്. അപ്പം നിങ്ങൾക്ക് എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കേൾക്കുന്ന വചനം നിങ്ങൾക്ക് സമാധാനം തരുന്നുണ്ട്, പക്ഷെ വളരുന്നില്ല.
ഒന്നുകൂടെ ഞാൻ പറയാം, കേൾക്കുന്ന വചനം നിങ്ങളുടെ അകത്ത് സമാധാനമായി മാറുന്നുവെങ്കിലും നിങ്ങളുടെ അകത്ത് വചനം വളരാത്തത് കൊണ്ട് നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ട് വചനം കേൾക്കുന്നുണ്ടെങ്കിലും ബ്രദറെ സമാധാനമുണ്ട്, പക്ഷേ എനിക്ക് കാണത്തക്കതായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ശ്രദ്ധിച്ചേ, അപ്പൊ കാണത്തക്കതായിട്ടുള്ള മാറ്റം കാണുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ സമയം നിങ്ങൾ കർത്താവിന്റെ വചനത്തെ എന്ത് ചെയ്യണം? വിതയ്ക്കണം. നമ്മളിപ്പോൾ പറയാം, ഉദാഹരണമായിട്ട് പറയാം, നിങ്ങൾ സ്വോത്രകാഴ്ചകളെ വിതയ്ക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടല്ലേ. അപ്പൊ എന്താണ് ഈ സ്വോത്രകാഴ്ച വിതയ്ക്കുന്നത്? നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നന്മയിൽ നിന്നും സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ടല്ലേ. നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തൊരു ചിന്തയുണ്ട്, ഞാൻ കർത്താവിന്റെ നാമത്തിൽ വിതയ്ക്കുമ്പോൾ കൊയ്യും. എന്തിനു വേണ്ടിയാ? ഈ വിത്ത് തന്നത് ദൈവമാണ്. അപ്പൊ ഈ വിത്ത് ഞാൻ വിതയ്ക്കുന്നതിലൂടെ ഇത് അനേക ആത്മാക്കളെ കൊയ്തെടുക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ദൈവം ഉപയോഗിക്കുന്നു. ഞാൻ ഇടുന്ന ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ കർത്താവിന്റെ നാമത്തിൽ വിതച്ചു. ആ വിത കൊണ്ട് എന്ത് ചെയ്യുന്നു? സുവിശേഷ പ്രവർത്തകര് എവിടെയെങ്കിലും പോയി കർത്താവിന്റെ സുവിശേഷം ചെയ്യുന്നു. ആ സുവിശേഷം ചെയ്യുമ്പോൾ ആ സുവിശേഷത്തിലൂടെ ആത്മാക്കൾ സുവിശേഷം കേൾക്കുമ്പോൾ ആ സുവിശേഷം പറഞ്ഞ വ്യക്തിയെയും കർത്താവിന്റെ നാമത്തിൽ വിതച്ച വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വിതയാണ് അതിനു വേണ്ടി മുഖാന്തരമാകുന്നത്. അതേപോലെ തന്നെ കർത്താവിന്റെ സുവിശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിതയ്ക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ വേറെ ഏത് പ്രാർത്ഥനാ സ്ഥലത്ത് നിങ്ങൾ ചെന്നാലും പലപ്പോഴും ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദര, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ പ്രവർത്തികളെ ചെയ്യും കേട്ടോ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സാഹചര്യങ്ങളെ മാറ്റും കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമില്ലേ? അത് പ്രാർത്ഥിക്കുന്ന ആളുടെ മേലുള്ള ഒരു അഭിഷേകമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ലഭിച്ചൊരു സന്തോഷമായിരിക്കാം. ആ സമയത്ത് ദൈവം ഇടപെട്ടൊരു ഇടപെടലായിരിക്കാം. പക്ഷേ ആ അവസ്ഥകൾക്കകത്ത് വ്യത്യാസം വരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് ഇനിയും വചനം മുളയ്ക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പൊ വചനം മുളയ്ക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾക്ക് നോക്കിയാൽ മതി. വിതയ്ക്കുന്ന ഉപമയെ പറ്റി കർത്താവ് പറയുന്ന സമയത്ത്, മുള്ളിനടയിൽ വീണ വിതയ്ക്കപ്പെട്ടമോ വചനം കേട്ടിട്ട് അവർ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തകളാലും അവരെ ഞെരുക്കി കളയുന്നു. അപ്പൊ അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഉണ്ടാകുന്നില്ല. വചനം കേട്ടിട്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ വചനത്തെ എന്ത് ചെയ്യണം? കൂടുതൽ ശ്രദ്ധിക്കണം. ബ്രദറെ, ഞാൻ വചനം പറയുന്നുണ്ട് ബ്രദറെ, ഞാൻ വചനത്തെ എല്ലാ ദിവസവും ഏറ്റു പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. അതുകൊണ്ട് നിങ്ങൾ പുറത്തോട്ടിറങ്ങണം, നിങ്ങളുടെ പറമ്പിലോട്ടിറങ്ങണം, മുറ്റത്തോട്ടിറങ്ങണം, ഏത് വീടായിക്കോട്ടെ, നിങ്ങൾ ആ വീടിൻ്റെ മുമ്പിലേക്ക് എന്ത് ചെയ്യണം? ഒരു വിത്തെടുത്ത് പാകിയിട്ട് നിങ്ങൾ അതിനെ നനയ്ക്കുമ്പോൾ അനുദിനം അതിൻ്റെ മുള പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ പറയുന്ന വചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ സമയം കൊടുക്കണം. വചനം എൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ, വചനം പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അവസ്ഥകൾക്കകത്ത് വ്യത്യാസം വരുന്നു. അപ്പൊ എന്താണ് വചനം? പറഞ്ഞുതരാം. രോഗം വചനമല്ല. രോഗമെന്ന് പറഞ്ഞാൽ വചനമല്ല. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു, ഇതാണ് വചനം. അപ്പൊ ഈ വചനം നിങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒന്ന് പറ. ഈ പറഞ്ഞ വചനം പ്രകാരം എങ്ങനെ അറിയാൻ പറ്റും വചനം പ്രവർത്തിക്കുന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആമേൻ. അപ്പൊ വചനം എങ്ങനെയാ പ്രവർത്തിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആ എഴുതപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ കാണണം. എഴുതപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുമ്പോഴാണ് ആ വചനം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കിക്കേ, വചനം നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ബ്രദർ, എനിക്ക് വചനം കേട്ടിട്ട് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അതിൻ്റെ അർത്ഥം വചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ടല്ല, ആ വചനം ഒരു വ്യത്യാസം തന്നു, സമാധാനം തന്നു. പക്ഷെ പ്രവർത്തിക്കുന്നത് എപ്പോഴാ? ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പാണ് സമാധാനം. പക്ഷെ ഇത്രയും നാളായിട്ട് സമാധാനം മാത്രമുള്ളൂ ബ്രദറെ, എനിക്ക് റിസൾട്ട് കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ആ വചനം നിങ്ങളിൽ മുളയ്ക്കുന്നില്ല. ആ വചനം എങ്ങനെയാണ് മുളയ്ക്കുന്നത്? മുളയ്ക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് റിസൾട്ടുകളിലൂടെയാണ് അത് മുളയ്ക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. വചനം കേൾക്കുന്ന മുമ്പ് എനിക്ക് സമാധാനം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പൊ ഒരു വ്യത്യാസവും വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വചനം മുളയ്ക്കുന്നില്ല.
വചനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എഴുതപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വചനം പ്രവർത്തിക്കുന്നത് എന്താണോ ബൈബിൾ എഴുതിയിരിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് പറ. വചനം പ്രവർത്തിക്കുന്നത് എന്താണോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണാൻ ആമേൻ. അപ്പൊ വചനം എങ്ങനെയാ പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് കാണാൻ പറ്റും. അപ്പൊ അത് കാണാൻ പറ്റുന്നില്ല എങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഇനി ഞാൻ നേരെ നമ്മുടെ പറമ്പിലേക്ക് വരാവേ, വീട്ടുമുറ്റത്തോട്ടൊന്ന് വരാവേ. നിങ്ങൾ വെള്ളം ഒരു വിത്ത് ഇട്ടിട്ട് ആ വിത്തിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നുണ്ട്, പക്ഷെ ആ വിത്ത് മുളയ്ക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം? ആ വിത്ത് മുളയ്ക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? ആ വിത്ത് നല്ലതല്ല. വെള്ളം ഒഴിക്കാത്ത വെള്ളം കിട്ടുന്നില്ല, വളം കിട്ടുന്നില്ല, നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്ത വീട്ടിൽ നല്ല വെള്ളം കിട്ടുന്നില്ല. നല്ല നോക്കിക്കേ. അപ്പൊ വിത്ത് വിതച്ചിട്ട് ആ വിത്ത് മുളയ്ക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ വചനം കേട്ടിട്ട് ആ വചനം എൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ വചനത്തിന് പ്രവർത്തിക്കുവാൻ തക്കതായിട്ടുള്ള, ആ വിത്തിന് മുളയ്ക്കുവാൻ തക്കതായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. ശ്രദ്ധിച്ചോണേ, എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ വിത്തുകൾ. അപ്പൊ ആ വിത്തുകൾ, അപ്പൊ ഈ വിത്തിന് കേടുള്ള വിത്തല്ല. നമുക്ക് പറയാം നമ്മുടെ വിത്ത് കേടുള്ളത് കൊണ്ടായിരിക്കും മുളയ്ക്കാത്തത്. പക്ഷെ വചനം എന്ന വിത്തിന് കേടില്ല. പക്ഷെ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ലൂക്കോസ് ശ്ലീഹയുടെ സുവിശേഷത്തിൽ വിതയ്ക്കുന്ന ഉപമ യേശുക്രിസ്തു പറയുമ്പോൾ, പാറമേൽ വിതയ്ച്ച വചനം, നിലത്ത് വിതച്ച വചനം, മുള്ളിന്മേൽ വിതയ്ക്കപ്പെട്ട വചനം, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വചനം. അപ്പൊ എന്താണ് നല്ല നിലത്ത് വിതച്ചപ്പെട്ട വചനം എന്ന് പറഞ്ഞാൽ? വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദീർഘക്ഷമയോടെ ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം, ഹൃദയത്തിൽ അത് സ്റ്റോർ ചെയ്യണം. എങ്ങനെ ഹൃദയത്തിൽ അത് സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വചനത്തെ എങ്ങനെ നമ്മളൊരു കാര്യം സ്റ്റോർ ചെയ്യുന്ന, ഈ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹൃദയത്തിൽ അത് സ്റ്റോർ ചെയ്യാന്ന്. ആമേൻ. അപ്പൊ നിങ്ങളുടെ ഉള്ളത്തിൽ ആ വചനം ചോർന്നു പോകാതെ ശേഖരിച്ചു വെക്കുക, അല്ലെ? സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ ശേഖരിച്ചു വെക്കുക, നിക്ഷേപിക്കുക. ചോർന്നു പോകരുത്. അതിനെ സെക്യൂർ ആക്കി വെക്കണം, സുരക്ഷിതമായിട്ട് വെക്കണം. അപ്പൊ എങ്ങനെയാണ് വചനത്തെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ ആവശ്യമാണ്. അപ്പോൾ വചനം നമ്മുടെ ഉള്ളത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ചിന്തകൾ, ചുറ്റുവട്ടമുള്ള സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് ഇപ്പം എനിക്കറിയാം നിങ്ങളിത് വചനമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ബ്രദറെ എൻ്റെ സാഹചര്യത്തിൻ്റെ അകത്ത് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നു, വചനത്തിൻ്റെ അകത്ത് കുഴപ്പം, വചനത്തിന് എന്തായാലും കുഴപ്പമില്ല. അപ്പൊ എവിടേക്കോ ഒരു തടസ്സമുണ്ട്, എവിടേക്കോ ഒരു തടസ്സമുണ്ട്. ആ തടസ്സം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോണം, ആ തടസ്സം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളത്തിൽ, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഏതൊക്കെയോ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ ആ വിത്തിനെ മുളയ്ക്കാതിരിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും ആ തടസ്സം? ആ തടസ്സം അന്വേഷിച്ചു പോകുന്നതിനേക്കാൾ എളുപ്പം ഞാൻ പറയാം, വിത്തിനെ നനച്ചുകൊണ്ടിരിക്കുക. വിത്തിനെ നനച്ചുകൊണ്ടിരിക്കുക. വിത്തിനെ നനച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ നാവിലൂടെ ആ വചനം പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു പ്രത്യാശ ഉണ്ടായി വരുന്നു. ഇത് മുളയ്ക്കും. കണ്ടോ, മുളച്ചിട്ടില്ല, ഇട്ടതേ ഉള്ളൂ, വെള്ളം ഒഴിക്കുന്നതേ ഉള്ളൂ, ഇത് മുളച്ചു വരും. ഇത് മുളച്ചു വന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്നും നല്ല ഒന്നാന്തരം മാമ്പഴം ഉണ്ടായി വരും. ഒരു മാവിൻ്റെ വിത്ത് ഞാൻ കുഴിച്ചിട്ടിട്ട് നനച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്, ഈ ഒരു മരം വലുതാകുന്നു, ഇതിൻ്റെ അകത്ത് നിറച്ചും മാമ്പഴം ഉണ്ടാകേണ്ടതായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ 10 വർഷം എടുത്തേക്കാം, എങ്കിലും ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് പ്രത്യാശിക്കുന്നു. ഇത് കേടായി പോകത്തില്ല, ഇത് വളരും. പക്ഷെ ഞാനത് എന്ത് ചെയ്യണം? ഇതിനെ പരിപാലിക്കണം. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ശ്രദ്ധിച്ചോണേ. വചനത്തെ നിങ്ങൾ പറയുന്ന സമയത്ത് ഈ വചനം ചോർന്നു പോകുന്നത് എങ്ങനെയാ ചോർന്നു? ഒരു ഓട്ടയുണ്ടല്ലേ,
ചോർന്നു പോകാൻ എന്തെങ്കിലും ഒരു ഓട്ടയില്ലാതെ ഒരു സാധനവും ചോർന്നു പോകത്തില്ല. അതേപോലെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വിതയ്ക്കപ്പെട്ട വചനം നിങ്ങളുടെ ഉള്ളത്തിൽ കടന്നിങ്ങനെ കത്തണം. ഉള്ളത്തിൽ എങ്ങനെ വചനം കത്തണം? ഉള്ളത്തിൽ വചനം കത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ സ്വപ്നം കാണും. അതാണ് പ്രത്യാശ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത്, വചനം പറയുന്ന സമയത്ത് നിങ്ങൾ കാണണം, ഈ വചനത്തിൻ്റെ റിസൾട്ട് കാണണം. ഇപ്പൊ ഒരു മാങ്ങയുടെ വിത്ത് കൊണ്ടുവന്ന് ഞാൻ കുഴിച്ചിട്ടു ഒരു സ്ഥലത്ത്, നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൊണ്ട് നിങ്ങൾ കുഴിച്ചിട്ടു. ആ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസത്താൽ കാണാൻ പറ്റുമല്ലേ, വലിയൊരു എന്താ പറയുന്ന ഒരു മരം, മാവ് മുളച്ചു വരുന്നത്, അത് നിറച്ചും പൂത്ത് കായ്ച്ചു മാമ്പഴം ഉണ്ടാകുന്നത് നമുക്ക് അവിടുന്ന് കാണാൻ പറ്റുമല്ലേ. നിങ്ങൾ ആരെങ്കിലും ചെടി നടുന്ന സമയത്ത്, ഞാൻ വെറുതെ ചെടി നട്ടു, ആ ചെടി നല്ലൊരു റോസാപ്പൂ കൊണ്ട് നട്ടിട്ട് ഞാനത് കൊണ്ട് ചെടി വിട്ടിട്ടുണ്ട്, അത് മുഴുവൻ ഉണങ്ങിപ്പോകൊണ്ട് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെടി നനയ്ക്കുമോ? ഇല്ല ബ്രദറെ, ഇല്ല. ഇല്ല. നമ്മളത് വലിയ സന്തോഷത്തോടെ അല്ലേ, ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് നല്ലൊരു റോസാപ്പൂ ഉണ്ടായി വരും എന്ന ആഗ്രഹത്തോടെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ റോസാപ്പൂ ഇല്ല, പക്ഷെ അതുണ്ടാകുമെന്ന് പ്രത്യാശയോടെ ഒഴിക്കുവാണ്. അപ്പൊ ഒരു വ്യക്തി കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്റ്റക്കായി പോകരുത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണ് സങ്കടം വരുന്നറിയാവോ? നിങ്ങൾക്ക് പ്രത്യാശയിലേക്ക് കയറാൻ പറ്റുന്നില്ല. പ്രത്യാശയിലേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, നമുക്ക് പലപ്പോഴും വചനം പറയുമ്പോൾ പോലും ഇത് റിസൾട്ടുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസൾട്ടുമായിട്ട് ബന്ധമുണ്ട്. റിസൾട്ടുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്ന സമയത്ത് നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസവും പ്രത്യാശയും നൽകുന്ന ദൈവമാണ്. പ്രത്യാശയും വിശ്വാസവും നൽകുന്ന ദൈവമാണ്. അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, രോഗത്തിനോ രോഗശക്തിക്കോ എൻ്റെ മേൽ അവകാശമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത്, ചിന്തയ്ക്കകത്ത്, എൻ്റെ അന്തരീക്ഷത്തിൻ്റെ അകത്ത്, എൻ്റെ ചുറ്റുവട്ടമുള്ള സകല മേഖലയ്ക്കകത്തും എന്നെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന പല കാഴ്ചകളും ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉടനെ തിരിച്ചറിഞ്ഞോണം, ഇത് നടക്കാൻ പോകുന്നില്ല. ഏത്? ഞാനിപ്പോൾ ചിന്തിക്കുന്നതല്ല, എൻ്റെ മനസ്സ് പറയുന്നതല്ല, നടക്കാൻ പോകുന്നത് കർത്താവിൻ്റെ വചനം. ഇത് മുളച്ചു വരും. ഇത് മുളച്ചു വന്ന് ഞാൻ സൗഖ്യം കാണും. അപ്പൊ സൗഖ്യം നടക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നില്ലേ? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ കടഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മനസ്സിലേക്ക് ഒന്ന് കണ്ണടച്ച്, ആ കടഭാരം നിങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ, നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ഒന്ന് കാണുന്നത്? ഒന്നൊന്ന് പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നിങ്ങൾ ഉടനെ പെട്ടെന്ന് ആൾക്കാർ പറയും, കർത്താവ് അത്ഭുതം ചെയ്യുന്നത് ഞാൻ കാണുന്നു, അതല്ല. സോ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം വലിയ കടഭാരത്തിൻ്റെ അകത്തിരിക്കുമല്ലേ, ഒന്ന് കണ്ണടച്ച് അങ്ങനെ എങ്ങനെ വീട്ടോളം ഓർത്തുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുമല്ലേ, ഒരു വഴിയും കാണുന്നില്ലല്ലോ, ഒരു സാഹചര്യവും കാണുന്നില്ലല്ലോ, കണ്ണടച്ച് എന്താ നിങ്ങൾ ഭയപ്പെടുന്നത്? എന്താ നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്നത്? എന്താ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒന്ന് പറഞ്ഞ്. കണ്ണടച്ചപ്പോ കാണുന്നത് ബാങ്ക് ലോൺ വീട്ടിലെ കടക്കാര് വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ഓർത്ത് വിഷമിച്ചിരിക്കുന്നു. ഒരു വീട് വെക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് അത് വലിയ വീടുകൾ പണിഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന വചനം കേൾക്കുന്നുണ്ട്, വചനം വിശ്വസിക്കുന്നുണ്ട്, വചനം ഏറ്റുപറയുന്നുണ്ട്. പക്ഷേ കടവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്തെല്ലാം ഭയപ്പെടുത്തുന്നത്. നടന്നിട്ടില്ല ഇതൊന്നും. കടക്കാരൻ വരുന്നത്, വീട് ജപ്തി ചെയ്യുന്നു, കടക്കാരൻ ബഹളം ഉണ്ടാക്കുന്നു, അവർ വിഷയം ഉണ്ടാക്കുന്നു, ഇതൊന്നും നടന്നിട്ടില്ല. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വന്നിട്ട് വളരെ ദുഃഖത്തോടെ നിങ്ങളത് ഷെയർ ചെയ്തില്ലേ? അപ്പൊ എന്താ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്? ഇപ്പോ വചനം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ രോഗിയുടെ അകത്ത് വചനം പ്രവർത്തിക്കുന്നത് സൗഖ്യമായിട്ടാണെങ്കിൽ, കടഭാരം വ്യക്തിക്കുന്ന ഒരു വ്യക്തിക്കകത്ത് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവത്താൽ തുറക്കുന്ന വാതിലുകളാണ്. ഇതിലേക്ക് നമുക്ക് കയറാൻ പറ്റാതെ വരുന്നു.
അതാണ് പ്രത്യാശ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വിശ്വാസത്താൽ കാണാൻ പറ്റുന്നത് ആണ് പ്രത്യാശ. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വസിക്കുന്ന കാര്യത്തിന്റെ വിപരീതമല്ല പ്രത്യാശ. വിശ്വസിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ള ഉറപ്പാണ് പ്രത്യാശ. വിശ്വാസം പോലെ തന്നെ ഉറപ്പുള്ളതാണ് പ്രത്യാശ. ഭാവി എൻ്റെ 2026 ദുരന്തമല്ല സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന വചനത്തിന്റെ റിസൾട്ടാണ്. പക്ഷെ ഇതെന്റെ മനസ്സിലേക്ക് വരുന്നില്ല. ഇതല്ല ബ്രദറെ വരുന്ന, പകരം കടക്കാരൻ ജപ്തി ചെയ്ത് എൻ്റെ വീട് കൊണ്ടുപോകുന്നതാണ് വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും ബ്രദറെ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ അകത്ത് നിറയ്ക്കണം. പ്രത്യാശ കണക്റ്റ് ആകുന്നത് വരെ, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലും മനസ്സിലും നിറയുന്നത് വരെ, അത് ആ കാഴ്ച തുറക്കുന്നത് വരെ നിങ്ങളുടെ ഉള്ളത്തിൽ വചനത്തെ ഫില്ല് ചെയ്യണം. വചനത്തെ ഫില്ല് ചെയ്യണം. ഇപ്പം ഞാൻ പെട്ടെന്ന് ഉദാഹരണമായിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം, പണ്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ, ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോയിരുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഉള്ളത്തിൽ എവിടുന്നോ ഒരു ചിന്ത, പണ്ട് അതില്ലായിരുന്നു. പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, പണ്ട് വചനം വായിക്കുമായിരുന്നു, വചനം കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഈ വചനം കേൾക്കുമ്പം അകത്ത് ഏതോ ഒരു 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 പോയിന്റിൽ, അതൊരു പോയിന്റ് എന്നല്ല, എൻ്റെ ഉള്ളത്തിൽ എവിടെയോ ഒരു സംഭവം ബ്രദറെ, അത് നടക്കുമെന്ന് മനസ്സിൻ്റെ അകത്തൊരു ധൈര്യവും തോന്നലും അങ്ങനെ വന്ന ആരെങ്കിലും, ഇന്നലകളിൽ അതില്ലായിരുന്നു, ഇപ്പം അത് ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് ബ്രദറെ, ഉണ്ട്. ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ നേരത്തെ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പം, നേരത്തെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും അതൊന്നും വരാഞ്ഞത്? ഇപ്പോഴാണെങ്കിൽ ഒന്നും കൂടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്നലകളിൽ നിങ്ങൾ പലയിടങ്ങളിൽ പോയിരുന്ന വചനം, അപ്പം പല ആൾക്കാരും ഷെയർ ചെയ്യുന്ന വെച്ച് ചോദിക്കുന്ന കേട്ടോ, അതുപോലെ അവർ ഷെയർ ചെയ്ത അവരുടെ ടെസ്റ്റിമണി എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് പ്രകാരം ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ചിലർ പറയും, ബ്രദറെ നേരത്തെ പലയിടങ്ങളിൽ പോയി ഞാൻ വചനം കേൾക്കുമ്പോൾ ഞാൻ ആരുടെയും കുറ്റം വിമർശിക്കുമൊന്നുമല്ല, പക്ഷേ എനിക്ക് അന്നൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സങ്കടമായിരുന്നു. ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നടന്നാൽ മതിയായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വിശ്വസിക്കുന്നുണ്ടായിരുന്നു, പല കാര്യങ്ങളും നടക്കുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പം എനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളത്തിൽ എവിടുന്നോ ഒരു ചിന്ത, ദൈവത്താൽ അത് നടക്കുമെന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ അവിടെ ഒരു വ്യത്യാസം വന്നത്? ഈ വ്യത്യാസത്തിന്റെ പേരാണ് പ്രത്യാശ. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രത്യാശ. വിശ്വാസം നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിരുന്നു, വിശ്വാസം ഇന്നലെ ഉണ്ടായിരുന്നു. അതേ വചനം തന്നെയാണ് ഇവിടെയും പറയുന്നത്. വലിയ വ്യത്യാസം വന്നു. നിങ്ങൾ അന്ന് അവിടെ കേട്ട അതേ ബൈബിള് തന്നെയല്ലേ ഇവിടെയും പറയുന്നത്? അതേ വേദപുസ്തകത്തിൻ്റെ അകത്തെ വാക്കുകൾ തന്നെയല്ലേ ഇവിടെ പറയുന്നത്? ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ വചനങ്ങളെ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ നിറയ്ക്കാൻ തുടങ്ങി. എന്താ അതിനുവേണ്ടി ചെയ്യുന്നറിയാവോ? ഇന്നലകളിൽ നിങ്ങൾ വചനം കേൾക്കുന്നവരായിരുന്നു, ഇന്ന് നിങ്ങൾ വചനം പറയുന്നവരായി മാറി. അതാ വ്യത്യാസം. ഒന്ന് ശ്രദ്ധിച്ചേ, ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ഇപ്പൊ പറഞ്ഞതാ കറക്റ്റ്. ഇപ്പൊ മനസ്സിലായോ? ഇന്നലെ നിങ്ങൾ എവിടെ കൺവെൻഷൻ വെച്ചാലും അതിന്റെ മുമ്പിൽ പോയിരിക്കുമായിരുന്നു, എവിടെ ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു, ഏത് ബ്രദർ പ്രസംഗിക്കാൻ നോട്ടീസ് ഇട്ടാലും നിങ്ങൾ അവിടെ പോയിരുന്നു, കേൾക്കും, കൈയടിക്കും, ഹാലേലുയ പറയും. എന്നാ വലിയ പ്രസംഗമായിരുന്നു, എന്നാ ജനമായിരുന്നു. പക്ഷെ വീടിൻ്റെ അകത്ത് വന്നിട്ട് ഇരിക്കും. പക്ഷെ ഇപ്പൊ വ്യത്യാസം വന്നു. ഇപ്പൊ എല്ലാ ദിവസവും വചനം നിങ്ങൾ പറയാൻ തുടങ്ങി. ഇതല്ലേ കറക്റ്റ് ഞാൻ പറഞ്ഞത്? ഇതല്ലേ ശരി? ഇന്നലകളിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പറയാൻ തുടങ്ങിയപ്പോഴെന്ത് സംഭവിച്ചെന്നറിയാവോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് നിറയാൻ തുടങ്ങി. ഹൃദയത്തിൽ ഇത് നിറയാൻ തുടങ്ങിയപ്പോൾ പ്രത്യാശ വർക്കാകാൻ തുടങ്ങി. ഇന്നലകളിൽ എന്താ സംഭവിച്ചെന്നറിയാവോ? ഒരു പ്രസംഗകൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളത് കേൾക്കും. ഓ ബ്രദറെ, ഞാൻ തകർന്നായിരുന്നു ആ മീറ്റിങ്ങിൽ പോയത്. ആ ബ്രദർ, എനിക്കറിയത്തില്ല, തിരുവനന്തപുരത്തുനിന്നോ എറണാകുളത്തുനിന്നോ ബാംഗ്ലൂരിൽ അമേരിക്കയിൽ നിന്ന് എവിടെയോ വന്നൊരു ബ്രദർ വചനം പറഞ്ഞപ്പം ആ ഒരു പവർ വിഷനിലോ ഹാർവെസ്റ്റിലോ സൂര്യ ടി വിയിലോ എവിടെ ഏതൊക്കെയോ ചാനലിൽ ഇരുന്നുകൊണ്ട് ഞാനിത് കേട്ടപ്പോൾ എൻ്റെ ബ്രദറെ മനസ്സിൽ ഭയങ്കര സമാധാനം. ആ ബ്രദർ സുവിശേഷമൊക്കെ പറഞ്ഞ് 4-ാമത്തെ ദിവസം മുതൽ പിന്നെയും ടെൻഷൻ.
അതെന്നാ ബ്രദറെ, ഞാൻ പിന്നെയും ആ ബ്രദറിന്റെ വചനം കേൾക്കുന്നുണ്ട്, പിന്നെ സമാധാനമുണ്ട്, 4-ാം ദിവസം പിന്നെയും പോകുന്നു. ഇപ്പൊ എന്നാ വ്യത്യാസം? ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങി. ഇന്നലെ ടി വി ഇരുന്നുകൊണ്ട് ആ ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ സമാധാനം കിട്ടിയെങ്കിൽ, ഇന്ന് ഞാനത് ഏറ്റു പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഉറപ്പ് വരാൻ തുടങ്ങി. ആമേൻ. അപ്പൊ എന്താ ഉറപ്പ്? പ്രത്യാശ. അതുകൊണ്ടാണ് ഈ വചനം നോക്കി, പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളുടെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. അപ്പൊ പ്രത്യാശയുടെ സമൃദ്ധി എന്താ? പ്രത്യാശയുടെ സമൃദ്ധി വിശ്വസിക്കുന്നതിലൂടെയുള്ള സന്തോഷവും സമാധാനവും. അപ്പൊ പ്രത്യാശയുടെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവും. എന്താ സന്തോഷം എന്ന് പറഞ്ഞാൽ ചുമ്മാ പൊട്ടിച്ചിരിക്കുന്നതല്ല. ഇത്രയും ദിവസം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നില്ല പല പ്രതികൂലത്തിന്റെ അകത്ത്, അവിടെയൊക്കെ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പോവാ. അതിന്റെ അർത്ഥം എന്തുവാ? ആ വിഷയം മാറാൻ വേണ്ടി പോവാ. അപ്പൊ ഇപ്പൊ പ്രത്യാശയുടെ സമൃദ്ധി വരുമ്പോൾ വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും ഉണ്ടാവും. പ്രത്യാശയുടെ സമൃദ്ധി എങ്ങനെയാ ഉണ്ടാകുന്നത്? അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലകളിൽ നിങ്ങൾ പലയിടങ്ങളിലും പോയിട്ട് സംഭവിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വഴിയില്ല, നിങ്ങൾ എല്ലാ ദിവസവും ഈ കൂട്ടായ്മ കൂടുമ്പോൾ തന്നെ വചനം പറഞ്ഞു പോവുക നിങ്ങളല്ലേ. അപ്പൊ നിങ്ങളുടെ ഉള്ളം നിറയുന്നു. പിശാശ് വന്നോട്ട് പെറുക്കിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല, നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് നിറയുമ്പോൾ പ്രത്യാശ നിങ്ങളിൽ വർക്കാകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അകത്ത് ഒരു സന്തോഷം, ഒരു ബലം വന്നില്ലേ. ഒരു പണ്ടില്ലായിരുന്നു എനിക്ക് ആ ധൈര്യം, പക്ഷെ ഇന്ന് എനിക്കൊരു ഉറപ്പ് എവിടുന്നോ വന്ന് എൻ്റെ പ്രശ്നമൊക്കെ മാറും. ഇന്നലെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് മാറിയാൽ മതിയായിരുന്നു, ആ ബ്രദർ ഒന്ന് വന്നാൽ മതി, പറഞ്ഞാൽ മതി, പക്ഷെ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ എവിടെയോ ഒരു സന്തോഷം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? പ്രത്യാശ കണക്റ്റ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് കയറാൻ പറ്റി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടർമാനമായിട്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഈ പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുക. അതെന്താന്നുള്ള പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് പ്രത്യാശയുടെ സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം പറയുകയാണ്. ഇപ്പം പറയുന്ന കാര്യങ്ങളെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ട്രാൻസ്ഫോം ചെയ്യുന്നൊരു മേഖല. ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, ബ്രദറെ എനിക്കറിയത്തില്ല, ഇപ്പം വചനം കേൾക്കുമ്പോൾ ഒരു ധൈര്യമുണ്ട്, ആ കാര്യം അങ്ങോട്ട് നടക്കുമെന്നൊരു തോന്നൽ വന്നു. കേട്ടോ? അപ്പം ഇതൊരു തോന്നലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ തോന്നൽ ഒരു ഉറപ്പായിട്ട് മാറും. അപ്പം ഈ തോന്നലുണ്ടായത് എങ്ങനെയാണ്? ഞാനിപ്പോൾ വചനം ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട് ബ്രദറെ. അപ്പോൾ അതെന്താ സംഭവിച്ചെന്ന് അറിയാവോ? പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ എവിടെയോ ഒരു തരിയായിട്ട് പ്രത്യാശ ബന്ധപ്പെട്ടു. അതായത് നടക്കാൻ പോവും. അത് മുള പൊട്ടി, വിട്ട വേര് നനച്ചപ്പോൾ മുള പൊട്ടി. ഇനി അത് ഓരോ വളർച്ചയിലേക്ക് വരണമെങ്കിൽ അനുദിനം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോഴും നിങ്ങൾ വീടിൻ്റെ അകത്തിരിക്കുന്ന സമയത്തുമൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, നിങ്ങൾ കടഭാരത്തിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ പേഴ്സ് എടുത്ത് വെച്ചിട്ട്, ആ ബാങ്ക് അക്കൗണ്ട് എടുത്ത് വെച്ചിട്ട്, ATM എടുത്ത് വെച്ചിട്ട്, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദാരിദ്ര്യത്തെ യേശു ക്രൂശിൽ വഹിച്ചതാണ്, ആ വചനമൊക്കെ ഇങ്ങനെ നിർത്തിയെടുക്കണം. ബ്രദറെ എനിക്ക് വലിയ കടമുണ്ട് ബ്രദറെ, എൻ്റെ കുടുംബത്തിൽ വലിയ പ്രശ്നമാണ് ബ്രദറെ, എൻ്റെ കൊച്ചിൻ്റെ ഭാവിയെല്ലാം അടഞ്ഞു പോയിരിക്കുക ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, ആ അക്കൗണ്ട് നമ്പരൊക്കെ എടുത്തിട്ട്, ആ പാസ്ബുക്ക് എടുത്ത് വെച്ചിട്ട്, ATM ഒക്കെ എടുത്ത് വെച്ചിട്ട്, കൈ വെച്ചിട്ട് പറ, എൻ്റെ ദാരിദ്ര്യം യേശു ക്രൂശിൽ വഹിച്ചതാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ ബഹുസമ്പന്നനാണ്. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞാൽ, ഞാൻ വാരി വിതറി കൊടുക്കും, ഞാൻ വായ്പ മേടിക്കത്തില്ല, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെൻഷൻ കുറയുകയും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് എന്തോ ഒന്ന് സംഭവം തെളിഞ്ഞു വരുന്നു. കുറേ കാഴ്ചകൾ നിങ്ങൾ കാണുക. ഇന്നലെ നിങ്ങൾ കണ്ടത് വീട് ജപ്തിയായി പോകുന്നതാണെങ്കിൽ ഇന്ന് വേറൊരു കാഴ്ച കാണുക, വേറൊരു വീട് മേടിക്കുന്ന കാഴ്ച കാണുക. അപ്പൊ കാഴ്ചകൾക്കകത്ത് വ്യത്യാസം വരുമ്പോൾ, ഇന്നലകളിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഇപ്പൊ കാണുന്നില്ല ബ്രദറെ, ഇപ്പൊ ഞാൻ വേറെ കുറെ അത്ഭുതങ്ങളുടെ കാഴ്ചകൾ കാണുവാണെങ്കിൽ പിന്നെയും വചനം പറഞ്ഞോണം. എന്താണെന്നറിയാവോ? നിങ്ങൾ പറയുന്ന വചനം ചലിക്കുവാൻ തുടങ്ങുന്നതിൻ്റെ അടയാളമാണ് പ്രത്യാശിക്കുന്ന. അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, അത് നിങ്ങളുടെ ആത്മാവിൽ വെളിപ്പെട്ട് വരുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ അകത്ത് ഭാരം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വിശ്വസിക്കുന്നുകൊണ്ട് അകത്ത് അവിശ്വാസം പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നത് തന്നെ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഞാൻ ദൈവത്തോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നുണ്ട്.
ഞാൻ ദൈവത്തോടൊരു കാര്യം ചോദിക്കുന്നു, അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതെന്റെ ഉള്ളത്തിൽ തെളിഞ്ഞു വരുന്നത് ഞാൻ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അകത്ത് വചനം പ്രവർത്തിക്കുവാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് പയ്യെ കാണാൻ പറ്റും. ആദ്യം ഒരാൾ വിളിക്കുന്നത്, സഹോദരി നിങ്ങൾക്ക് ഒരാളുടെ മറ്റേ പൈസ ഉണ്ടല്ലോ, അതിപ്പോ വേണ്ട കേട്ടോ. പിന്നെ ഒരാൾ വന്നിട്ട് പറയുന്നു, കുറെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരോ സഹായങ്ങൾ വരുന്നു, ഏതൊക്കെയോ വഴികൾ തുറക്കുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, വചനം പ്രവർത്തിക്കുന്നു. നിർത്തരുത് അവിടെ. ഒരു കാര്യം മറന്നു പോകരുതേ, വചനം പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ വചനം ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലകളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നവരായിരുന്നു, ഇന്ന് നിങ്ങൾ പറയുന്നവരായി. അപ്പൊ ഇത്രയും വ്യത്യാസം വന്നില്ലേ? പറയാൻ തുടങ്ങിയപ്പം ഇത്രയും വ്യത്യാസം വന്നെങ്കിൽ പിന്നെയും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയാൻ ഇപ്പം ഒരു സമാധാനമില്ല ബ്രദർ, എനിക്ക് ഒരു സ്വസ്ഥമായിട്ടൊന്ന് ബൈബിള് വായിക്കാൻ പോലും പറ്റുന്നില്ല ബ്രദറെ. എളുപ്പവഴി കുറച്ച് പറഞ്ഞു തരാവേ. ഇനി ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല ബ്രദർ. എനിക്കാണ് ഇപ്പം കാര്യം ബ്രദർ പറയുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സമാധാനമില്ല. ഇനി കുറച്ച് ട്രിക്കുകൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ ചിന്തകളെ ജയിക്കാനുള്ള ചില ട്രിക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ചുമ്മാ ഒരു ചിന്തയാണ്, വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വെളിയിലോട്ട് നടന്നിട്ട് നിങ്ങൾ ചുമ്മാ നടന്നുകൊണ്ട് ആ വചനം പറയണം. വഴിയിലോട്ട് ഇറങ്ങിക്കണം, ഈ വചനം പറഞ്ഞുകൊണ്ട് നടക്കണം. അല്ലെങ്കിൽ വീടിൻ്റെ അകത്തൂടെ നടന്നുകൊണ്ട് പറയണം. എന്താണെന്നറിയാമോ, നമ്മൾ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മൈൻഡ് നമ്മളെ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കും. അതായത് നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ, നമ്മുടെ മൈൻഡ് ബിസി ആയിരുന്നു കഴിഞ്ഞാൽ മറ്റ് ചിന്തകൾ പ്രവേശിക്കത്തില്ല. നിങ്ങൾക്ക് ഉദാഹരണം പറയാം. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ തിരക്കിട്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും. എനിക്കൊന്ന് ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നാവിലേക്ക് അത് വരുന്നില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് നിക്കക്കള്ളി ഇല്ലാത്ത നിങ്ങളുടെ ജോലി സ്ഥലത്ത് പെട്ടെന്ന് ഒരു ജോലി, അതാണ് നിങ്ങൾ ധൃതി വെച്ച് ചെയ്യുക. വലിയൊരു ഭാരം ഉണ്ടായിരുന്ന മനസ്സിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ജോലി കഠിന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസി ആയിട്ട് തിരക്ക് പിടിച്ച് ഞങ്ങൾക്ക് ജോലിയായിരുന്നു, ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ആ കേട്ട ഭാരം മറന്നുപോയത് ശ്രദ്ധിച്ച് എത്ര പേരുണ്ട്? തിരക്കിട്ട ജോലിക്കകത്ത് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മറന്നു പോകുന്നു കണ്ടിട്ടുണ്ടോ? പല ഭാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിങ്ങളുടെ മൈൻഡ് ബിസി ആയിപ്പോയി. അപ്പൊ വേറൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ആ ജോലിക്കകത്ത് ഭയങ്കര തിരക്കായി പോയതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. അതെല്ലാം മറന്ന് നിങ്ങൾ ബിസി ആയിപ്പോയി, മൈൻഡ് ബിസി ആയിപ്പോയി. ഈ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും ആകുല ചിന്തകൾ പ്രവേശിക്കുന്നത്, അല്ലേ? ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ചില ആൾക്കാരങ്ങ് പറയുവാണ്, ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തിരക്കുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക, ബിസി ആയിരിക്കുക, എന്നിട്ട് വചനം പറയുക. വചനം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, വചനം പറഞ്ഞുകൊണ്ട് ബിസി ആയിരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾ കൂടുതൽ സമയം വചനം പറയുകയും നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് കയറാതെ നിങ്ങളുടെ ശരീരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളുടെ മൈൻഡ് എന്ത് ചെയ്യും? അവിടെ പ്രവൃത്തി രഹിതമായി പോകും. ഞാനിത് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ പറഞ്ഞു തരാം. അപ്പോൾ അതിന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പം മറക്കരുത്, പ്രത്യാശ എൻ്റെ അകത്ത് പ്രവർത്തിക്കണം. ഈ പ്രത്യാശ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്. അപ്പം ഞാനൊരു കാര്യം പറയാം, സഹോദരി കർത്താവ് പ്രവർത്തിക്കോട്ടെ ബ്രദറെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ. അല്ല, ആമേൻ ബ്രദറെ, എനിക്ക് ഉറപ്പാണ് ആ കാര്യം നടക്കും. ഇത് പ്രത്യാശ ഉള്ളതുകൊണ്ട്. കാര്യം നടന്നിട്ടില്ല, പക്ഷെ ആമേൻ പറയുക. എൻ്റെ കാരണം എന്നറിയാവോ? ഉള്ളം പറയുന്നു നടക്കുമെന്ന്. നടന്നിട്ടില്ല, നടക്കും. ഇത് വിശ്വാസമല്ല, പ്രത്യാശയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ, പ്രത്യാശ എന്നത് വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. വിശ്വാസവും പ്രത്യാശയും രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞപ്പോൾ നോക്കിയ റോമാലേഖനം പറഞ്ഞ സമയത്ത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളിൽ പ്രത്യാശയുടെ സമൃദ്ധി ഉള്ളവരായി വിശ്വാസത്തിലൂടെ സകല സന്തോഷവും സമാധാനവും. റോമർ 15:13 ഞാൻ പറഞ്ഞത്. അപ്പൊ പ്രത്യാശയുടെ സമൃദ്ധി ഉള്ളവരായി വിശ്വാസത്തിലുള്ള സകലം ഉണ്ടോ? പ്രത്യാശയുടെ സമൃദ്ധി ലഭിക്കുമ്പോൾ വിശ്വാസത്തിലുള്ള സന്തോഷം ഉണ്ടാവും. പ്രത്യാശയുടെ സമൃദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടക്കും. അപ്പൊ കരച്ചിൽ വരത്തില്ല, പകരം ഒരു വാശി അകത്തോട്ട് വരും. പക്ഷെ കരച്ചിലാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പ്രത്യാശ കണക്റ്റ് ആകുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം?
എൻ്റെ ഉള്ളിൽ ഇനിയും അധികം വിത്തിൻ്റെ ആവശ്യമുണ്ട്, വചനം ഇനിയും കയറേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒരു സീക്രട്ട് പെട്ടെന്ന് ഞാൻ ചോദിച്ചത്. ഇന്നലകളിൽ നിങ്ങൾ പോയ സ്ഥലങ്ങളിലും ഇന്ന് നിങ്ങളിവിടെ വന്നപ്പോഴുള്ള വ്യത്യാസം എന്നാന്ന് വെച്ചാൽ, ഇന്നലെ നിങ്ങൾ അവരോട് പ്രാർത്ഥനാ വിഷയം പറയും, അവിടെ പ്രാർത്ഥനാ ടീം എന്ത് ചെയ്യും, സഹോദരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ, നിങ്ങൾ എന്ത് ചെയ്യും, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടല്ലോ. അങ്ങനെ ഇരുന്ന നിങ്ങൾ ഇപ്പോൾ സ്വന്തമായിട്ട് വചനം പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് ബ്രദറിന്റെ ഇഷ്ടമില്ലാത്തൊരു ക്വാളിറ്റി എന്നാന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചാൽ ആദ്യം പറയും, ബ്രദറിനെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം പറയാൻ വന്നാൽ ഒന്ന് പറഞ്ഞാൽ പിന്നെ ബ്രദർ പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷെ ഞങ്ങൾ നേരത്തെ വെക്കൊണ്ടിരുന്ന പ്രാർത്ഥന കൂട്ടായ്മ എന്ത് രസമായിരുന്നു അറിയാം. അവിടുത്തെ ബ്രദർ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും എല്ലാ ദിവസവും ക്ഷമയോടെ കേൾക്കുമായിരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ ഞായർ വരെ ആ ബ്രദറിനോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് അദ്ദേഹം അത് കേട്ടിട്ട് എന്ത് ചെയ്യും, സഹോദരി കർത്താവ് ചെയ്യുമെന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുമായിരുന്നു. പക്ഷെ ഈ ബ്രദർ നേരെ തിരിച്ച. ഒരു തവണ പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ പിറ്റേ തവണ ബ്രദർ പറയും വചനം പറ, അല്ലെങ്കിൽ ബ്രദർ വചനം പറഞ്ഞു തരും. ഇതെന്നെ പരിപാടി ബ്രദറെ. ഇത് മാത്രമാണ് ബ്രദറിന് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷമാണോ അനുഗ്രഹമാണോ എന്ന് പറഞ്ഞ്. വചനം പറയുന്നത് അനുഗ്രഹം. ആമേൻ. നമുക്ക് ആശ്വാസമല്ല വേണ്ടത്, അത്ഭുതമാ. ആമേൻ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വസിക്കാം. അപ്പം മറന്നുപോകല്ലേ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ തടസ്സങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉള്ളത്തിൽ വചനത്തെ നിറയ്ക്കണം. എൻ്റെ പിടിവള്ളിയാണ് വചനം. എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ സാഹചര്യങ്ങളുടെ അകത്ത് എനിക്ക് ആകെയുള്ള പിടിവള്ളി വചനമാണ്. അപ്പൊ അത് മുറുക്കെ പിടിച്ചില്ലേ പിന്നെ ഞാൻ എന്താ മുറുക്കെ പിടിക്കേണ്ടത്? തകർന്ന് തരിപ്പടമായി വീട് ജപ്തിക്കകത്ത് നിന്ന് ഞാൻ ഒരു രക്ഷയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാന്ന് വിചാരിച്ചു. ആ വചനം അങ്ങോട്ട് മുറുക്കെ പിടിക്ക്. ആ പേഴ്സും ATM അക്കൗണ്ടും ഒക്കെ എടുത്തിട്ട് വിളിച്ചു, എൻ്റെ കർത്താവ് എൻ്റെ ദാരിദ്ര്യം മാറ്റിയിരിക്കുന്നു, ധനവും മാനവും പുരാതന സമ്പത്തും എനിക്കുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പിന്തുടരും, ഞാൻ വാരി വിതറി വായ്പ കൊടുക്കും, ഞാൻ വായ്പ വാങ്ങത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഗ്രഹം കാണും, മിറക്കിൾ മണി എനിക്കുണ്ടാകും. ഒന്ന് എന്താ ഈ മുറുക്ക പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്തുവാ? വിട്ടുകൊടുക്കാതെ പിടിച്ചോണ്ടിരിക്കുക. ആ ATM മുറുക്കെ പിടിച്ചോണ്ട് വീടിന്റെ അകത്തിരുന്ന് പറയുമ്പോഴായി സങ്കടം വരുന്നെങ്കിൽ പുറത്തോട്ടിറങ്ങി നടക്ക്. ഇനി അറിയാവുന്നവരല്ല എപ്പോഴും ഹായ് ബൈ പറയും. എന്നാൽ പിന്നെ അറിയാത്തൊരു സ്ഥലത്തോട്ട് പോ, എന്നിട്ട് ആ വഴിയിലൂടെ അങ്ങ് നടക്ക്. ആ രാവിലെ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ചെല്ല്, ആ മോർണിംഗ് വാക്കിലൊക്കെ ഇറങ്ങും. എന്നിട്ട് മോർണിംഗ് വാക്കിലോട്ട് പോകുന്ന സമയത്ത് ആ വാട്സാപ്പും ഫേസ്ബുക്കും നോക്കാതെ ഈ വചനം പറഞ്ഞുകൊണ്ട് 10 റൗണ്ട് കറങ്ങ്. ബിസി ആകുക, മനസ്സിനെ എൻഗേജ്ഡ് ആക്കാതെ മനസ്സിനെ ബിസി ആക്കുക, വചനത്തെ നിറച്ചുകൊണ്ടിരിക്കുക, പിശാചിന്റെ വിത്ത് വിതയ്ക്കാൻ അനുവദിക്കാതെ, അവിശ്വാസത്തിന്റെ വിത്തിനെ വിതയ്ക്കാൻ സമയം കൊടുക്കാതെ, അവിശ്വാസത്തിന്റെ വിത്തിന് സമയം കൊടുക്കാതെ വിശ്വാസത്തിന്റെ വിത്തിന് സമയം കൊടുക്കുക. മനസ്സിനെ ബിസി ആക്കുക എപ്പോഴും. ഹല്ലേലൂയ. മനസ്സിനെ ബിസി ആക്കുക. ഇത് വളരെ വലിയ പോയിന്റാണ്. മനസ്സ് ബിസി ആക്കുക. അതിനുവേണ്ടി ശരീരത്തെ അധ്വാനിപ്പിക്കുക. ഒരു കറി വെച്ചാൽ മതി, വേണ്ട പറഞ്ഞാൽ ഞാൻ 3 കറി വെക്കാൻ വേണ്ടി പോവാം. ആ സമയം കൂടെ എന്തിനാ ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കില്ല. ഒരു കറി വെച്ചിട്ട് നേരെ പോയി അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. വേണ്ട, ഒരു 3 കറി അങ്ങോട്ട് വെച്ചാൽ 3 കറി വെക്കുന്ന സമയം മുഴുവൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്നാ സംഭവിക്കുന്ന 3 കറിയും കിട്ടും, അത്ഭുതവും കിട്ടും. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കർത്താവ് ഉള്ളത്തിൽ നിറയട്ടെ. ഇന്ന് നമുക്ക് സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ. അത് എത്ര പേർക്ക് അത് സന്തോഷമായിരുന്നു? ആമേ. തുടർമാനമായി നമുക്ക് സഹോദരിമാരുടെ മീറ്റിങ്ങുകളെ പ്രിയ അൻഷു സഹോദരി അത് ലീഡ് ചെയ്യുന്നതായിരിക്കും. സമയങ്ങൾ നമുക്ക് ക്രമീകരിക്കാം. കർത്താവിന് ഒത്തിരി ആലോചനകളെ ദൈവം ഇടപെട്ട് എനിക്ക് തോന്നുന്നു സൗണ്ടിന്റെ നിങ്ങളത് ശ്രദ്ധിച്ചാൽ അതിന് നിങ്ങൾ മ്യൂട്ട് മാറ്റുന്ന സമയത്ത് ഈ നമ്മുടെ മീറ്റിംഗ് ആയിക്കോട്ടെ, ഏത് മീറ്റിംഗ് ആയിക്കോട്ടെ, ദേവദാസൻ അല്ലെങ്കിൽ ആരെങ്കിലും ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ മൈക്ക് അങ്ങ് മ്യൂട്ട് ചെയ്തോളുക. കർത്താവ് സകലത്തെയും സൂക്ഷിക്കട്ടെ, വലിയ പ്രവൃത്തികളാൽ കർത്താവ് നടക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് രാത്രിയിൽ UK ടൈമാണ്, അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ഇന്ത്യൻ സമയം ഇന്നലെ എനിക്ക് തോന്നുന്നത് 12:30 ഓൾറെഡി അയച്ചിട്ടുണ്ടെന്ന്, 12:30 എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്നുകൂടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഉറക്കമില്ലാതിരിക്കും, നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ ഒത്തിരി ടയേർഡാണ്, ഇന്നലെയൊക്കെയാണ് ഒത്തിരി മീറ്റിംഗ് കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഉറക്കം വരാതെ ഇരിക്കുന്നവർ കേരളത്തിലുണ്ടെങ്കിൽ, ഇന്ത്യയിലുണ്ടെങ്കിൽ, വേറെ എവിടെയെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രവേശിക്കാം. നിർബന്ധമൊന്നുമില്ല. UK ടൈം ഒക്കെ ഞാൻ സമയം ഇട്ടേക്കാം.
ആ ടൈം നിങ്ങൾക്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ വേറെ എവിടെ UK ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. ഇന്ന് രാത്രി 8 മണിക്കാണ് പ്രാർത്ഥന നടക്കുന്നത്. അപ്പോൾ UK ഉള്ളവർക്കും ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ അവസരമുണ്ട്. അപ്പോൾ കർത്താവ് നിങ്ങൾ അപ്പോൾ ഇന്ത്യൻ സമയം 12:30-ക്കാണ്, UK ടൈം 8 PM ഓക്കെ 8 മണിക്കാണ് വരുന്ന സമയം. 8 മണിക്കാണ് UK ടൈം. 8 മണി എന്ന് പറയുമ്പം ഇന്ത്യൻ സമയം 12:30. അപ്പം ഇന്ന് രാത്രിയിലുണ്ട്. ഉറക്കം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 12:30 പോലും നമുക്ക് ഇരിക്കാം. ഞാൻ സമയം ലിമിറ്റ് ചെയ്യുന്നില്ല. കാര്യം ദൈവാത്മാവ് ചിലപ്പോൾ ഇനി 1 മണിക്കൂറാണ് ആഗ്രഹിക്കുന്നത്. ഇനി അത് 1 മണിക്കൂർ കൊണ്ട് തീർത്താലും കുഴപ്പമില്ല. ഇനി അഥവാ ഇച്ചിരി കൂടിപ്പോയാലും, അതുകൊണ്ടാണ് ഞാൻ സമയം വെച്ചിട്ടില്ല അതിൻ്റെ അകത്ത്. കൂടിപ്പോയാലും കയറി നോക്കുക. ആഗ്രഹമുള്ളവർ വരിക. ആഗ്രഹമെന്ന് വെച്ചാൽ നിർബന്ധമില്ല. നിങ്ങൾക്ക് സാഹചര്യം ഉറക്കം വരുന്നില്ല ബ്രദറെ, എനിക്ക് എന്തായാലും വീട്ടിൽ ചുമ്മാ ഇരിക്കും, എന്നാൽ പിന്നെ കയറിയേക്കാം എന്നാണെങ്കിൽ കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോവുക. UK മറ്റ് രാജ്യത്തുള്ളവർക്കെല്ലാം അതിൽ പ്രവേശിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ പ്രവർത്തികളാൽ നിറയ്ക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്ന നന്മ കാണും, നന്മ കാണും, നന്മ കാണും. ആ ശരീരത്തെ നോക്കിയിട്ട് പറയണം. ഞാൻ എല്ലാ ദിവസവും പറയണം, നിങ്ങളെല്ലാ ദിവസവും നമ്മളെല്ലാ ദിവസവും ആഹാരം കഴിക്കുമ്പോൾ, ചോറ് കഴിക്കുമ്പോൾ, ബിരിയാണി കഴിക്കുമ്പോൾ, പുട്ട് തിന്നുമ്പോൾ, എന്ത് കഴിച്ചാലും ആ സമയത്ത് ഡൈനിങ് ടേബിൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് നേരം വചനം പറയണം. നിങ്ങൾ 3 നേരം ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 3 നേരം വചനം പറയാൻ ശീലിക്കണം. അതൊക്കെ ഒരു നല്ല ശീലമാണ്. നമുക്ക് നമ്മുടെ അകത്ത് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ മിക്ക സമയങ്ങളിലും ഈ അന്യഭാഷ പറഞ്ഞപ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരു പാട്ട് പാടിയാൽ പോലും അത് അന്യഭാഷയായി പോവുക. പല സമയങ്ങളിൽ വർത്താനം പറയുന്ന കൂട്ടത്തിൽ അറിയാതെ എനിക്കിപ്പോൾ അന്യഭാഷ വന്നു പോകും. ചില സമയത്ത് സംഭവിക്കുന്നതാണ്. ഞാൻ ആ ടൈമിൽ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന ചില സമയങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അകത്ത് അന്യഭാഷ വന്നു പോകും. ഇപ്പം അത് പറഞ്ഞില്ലെങ്കിൽ എന്തോ നഷ്ടബോധം പോലെ എൻ്റെ മനസ്സിലേക്ക് വരും. അതെന്നെ ഭയങ്കര അതൊരു ശീലമായിട്ട് എൻ്റെ ഉള്ളത്തിൽ മാറിയത് കൊണ്ട് അതെൻ്റെ ഉള്ളത്തിൽ ഇപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുക. അതെനിക്കൊരു അനുഗ്രഹമായിപ്പോൾ. കാര്യം ഇന്നലകളിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത് അന്യഭാഷ പറയാൻ നോക്കിയെങ്കിൽ ഇന്ന് അതെൻ്റെ ഉള്ളത്തിൽ ശീലമായി മാറി. അപ്പം വിതയ്ക്കുക. ഇന്നലത്തെ മാറ്റം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ബ്രദറെ, ഇവിടെ വരുമ്പോൾ എന്താണ് പലരും പറയത്തില്ലേ, ഈ കൂട്ടായ്മ വരുമ്പോൾ അറിയത്തില്ല, ചിലർ സാക്ഷ്യം പറയത്തില്ലേ, എന്താ വ്യത്യാസം? ഇപ്പം ഈ വ്യത്യാസം നിങ്ങളിപ്പോൾ പറയാൻ തുടങ്ങി. ഇതാ വ്യത്യാസം. നിങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ അകത്ത് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. നന്ദി പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. In the name of Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. In the name of Jesus. ഞാനൊരു ഭവനത്തെ കർത്താവ് കാണിക്കുക. സൂമിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിലോ ലൈവിലോ ഫേസ്ബുക്കിലോ ഒക്കെ ലൈവിൽ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലൈവിൽ കാണുന്നവർ, യൂട്യൂബിലൊക്കെ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാനത് പറയാൻ വിട്ടുപോയി, ലിങ്ക് നിങ്ങൾക്ക് അവിടെയുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ഈ പ്രാർത്ഥനയിൽ പ്രവേശിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാനുള്ള ലിങ്ക് അവിടെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്ന മൊത്തത്തിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം കൂടെ ഞാൻ നോക്കിയിട്ട് ഇപ്പം ഇതേ കൊണ്ട് തന്നെ നമ്മുടെ സൂമിൽ കൂടുന്നതിൻ്റെ ഇരട്ടി ആൾക്കാർ ഇപ്പം അതിനകത്തുണ്ട്. അപ്പോൾ ആലോചന കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ നിങ്ങൾ സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് അയക്കുക. കുറേ സാക്ഷ്യം കേൾപ്പിക്കാനുണ്ട്, എനിക്ക് നോക്കാൻ പറ്റിയില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു പെൺകുട്ടിയുടെ പേരും അതേപോലെ തന്നെ വീട്ടുപേരും കർത്താവ് എന്നെ കാണിക്കുകയാണ്. കാർത്തിക എന്ന് പറയുന്ന പേരും കാർത്തിക എന്ന് പറയുന്ന വീട്ടുപേരും രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്. ആ വീട്ടുപേരും കാണിക്കുന്നതും ആ വ്യക്തിയുടെ പേര് കാണിക്കുന്നതും ഒരേ വീട്ടിൽ തന്നെയാണ്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനൊരു വാക്ക് പറയുന്ന ആ ഭവനത്തിൻ്റെ, ആ സ്ഥലത്തിൻ്റെ മേൽ ആയിരിക്കുന്ന ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകുന്ന ഒരു കാഴ്ച കർത്താവിനോട് പറയുന്നു. നാളുകളായിട്ട് മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീട്ടുപേരും വീട്ടിൻ്റെ അകത്തുള്ള ആളുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും സൂമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആലോചന ഏറ്റെടുക്കാം. കർത്താവിൻ്റെ ഉള്ളത്തിൽ കാണിച്ചൊരു ഭവനമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബവുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആരുടെയാണോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മുടങ്ങിക്കിടന്ന കാര്യങ്ങളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. സകല തടസ്സങ്ങളും അവിടെ നീങ്ങാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അനുഗ്രഹ സാക്ഷ്യമായി തീരട്ടെ. അത്ഭുത പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ മ്യൂട്ട് മാറ്റിയതാണെങ്കിൽ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. പറയാൻ വേണ്ടിയുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ.
എന്നോട് അൺമ്യൂട്ട് ചെയ്തേക്കണം എല്ലാവരെയും. അപ്പൊ ആലോചന ഒത്തിരി പേര് പറഞ്ഞു, ബ്രദറെ എനിക്കത് പറയാൻ പറ്റുന്നില്ല, മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരേപോലെ വർത്തമാനം പറയുമ്പോൾ ഞാനത് ഓൾ മ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറ്റാതെ വരുന്നത്. ആലോചന ഇടപെടുന്നവരുണ്ടെങ്കിൽ അവർ മാത്രമേ പറയാവുള്ളേ. നന്ദി കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. കർത്താവെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇപ്പോൾ തന്നെ കർത്താവെ ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ലോറൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ആ ഭവനത്തിന്റെ മേൽ ഉണ്ടായി വരുന്നു. ആ കുടുംബത്തിന്റെ മേൽ ദൈവികമായ ഒരു സമാധാനത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ലോറൻസിന്റെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ സമാധാനത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. ബ്രദറെ, എന്റെ പിതാവിന്റെ പേരാ, എന്റെ ലോറൻസ് പപ്പയുടെ പേരാ ലോറൻസ്. എന്റെ ബ്രദറിന്റെ പേരാണ്. പിതാവ് ഞാൻ പറഞ്ഞ ഭവനത്തിന്റെ അകത്ത് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ആ എന്റെ ഭവനത്തിന്റെ പപ്പയാ. മേലാണ് കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. പിതാവ് പറഞ്ഞ ആരാണോ അത് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ കർത്താവെ ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് ഇവിടെ തുറക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദിവ്യ സമാധാനം ഇന്ന് അവിടെ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഞങ്ങൾ ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കസിൻ ബ്രദറാണ്. അതായത് ഇപ്പൊ പറയാൻ പോകുന്ന പേര് ഒരു കസിൻ ബ്രദറാണ്. ആ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കസിനായിട്ട്, അതായത് ആ ഒരു അങ്കിളിന്റെ, ഒരു അമ്മാവന്റെ അല്ലെങ്കിൽ ആ അച്ഛന്റെ ചേട്ടന്റെ അല്ല ആ ഒരു ബ്രദർ ഫാദറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ ഒരു ബെന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിയോഗം തരുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ സ്പർശിക്കുന്നതായിട്ട്, പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം ഒരു സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ബെന്നിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ കർത്താവ് ഇന്ന് ആ വ്യക്തിയെ സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു. അവരുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതത്തെ കർത്താവ് തുറക്കുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം ആമേൻ പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി ഏറ്റെടുത്തോണം. ഇന്ന് തന്നെ ആ വ്യക്തിക്ക് ഒരു മെസ്സേജ് അയച്ചോണം. ഇതുപോലൊരു പ്രാർത്ഥനയിൽ കേട്ടതാണ്, കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തിയെ ഈ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്നുള്ളത്. അത് കർത്താവ് ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. നമ്മൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ എന്ന സ്വർഗത്തിലെ ദൈവം അത് തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഞങ്ങളുടെ സാക്ഷ്യമായി കർത്താവ് ആ വ്യക്തിയെ തുറക്കുന്നതിന് നന്ദി പറയുന്നു. അത്ഭുതകരമായ റിസൾട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനർത്ഥം വിട്ടൊഴിയട്ടെ. നന്ദി പിതാവേ, നന്ദി യേശുവേ. അങ്ങയുടെ വലിയ മഹത്വത്തിന് നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഭവനത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഈ നമ്മുടെ ചന്ദനത്തിന്റെ കളറുള്ള, ചന്ദന കളർ എന്ന് പറയത്തില്ലേ, അത്രയും കട്ടി കളർ ഇല്ലെങ്കിൽ പോലും അതുപോലത്തെ ഒരു ലൈറ്റ് കളറ് മതിലും കറുത്ത കളറിൽ ഒരു ഗേറ്റും വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവിനെ കാണിക്കുന്നു. ആ വഴിയോട് ചേർന്ന് തന്നെയാണ് ആ വീട് ഇരിക്കുന്നത്. എന്നാൽ ഈ വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ നമ്മുടെ ഈ മിറ്റിലിൻ്റെ ചെറിയ തരി ഉണ്ടല്ലോ, ആ മിറ്റിലിൻ്റെ ഇങ്ങനെ തരി പോലത്തെ സംഭവം വീടിൻ്റെ മുമ്പിലിടുന്ന ഒരു കാഴ്ച. അത്രയും മിറ്റിലല്ലത്, മിറ്റില് പോലെ തന്നെ അതേ ഇതിൽ തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊടി പോലിരിക്കുന്ന സംഭവം വീട് മൊത്തം ഇങ്ങനെ പാകിയിട്ടേക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ ഭവനത്തിൻ്റെ അകത്ത് തലമുറകളെ ദൈവം തൊടുന്നതായിട്ട് പറയുന്നവരുടെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും ഇന്ന് കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് അയക്കുന്നല്ലപ്പ. എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ,
എല്ലാ പ്രതിസന്ധികളും നീങ്ങട്ടെ. ദൈവത്താൽ വലിയൊരു സാക്ഷ്യം അവിടെ തുറന്നു വരുവാൻ ഇപ്പോൾ തന്നെ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ. അനുഗ്രഹ സാക്ഷ്യമായി ആ ഭവനം മാറട്ടെ. ഇപ്പോൾ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. വലിയ മഹത്വത്തെ കർത്താവ് ഇന്ന് അങ്ങ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇപ്പോൾ ഞങ്ങളത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ നന്ദി. നന്ദി കർത്താവേ. എന്റെ പറയാൻ വേ- ഭവനമാണ് അത്. എന്റെ ഭവനമാണ്. എന്റെ ഈ പറഞ്ഞ ഭവനമാണ് അടയാളം ഭവനത്തിന്റെ ഫ്രണ്ടിൽ അത്. ചന്ദന കളറുള്ള ഇട്ടേക്കുവാ. പെയിന്റ് അവരടിച്ചിരിക്കുന്നത്. എന്റെ യേശുവിന്റെ വീടിന്റെ നാമ മുറ്റത്ത് ഉം. മിറ്റിലുണ്ട്, ചെറിയ കുഞ്ഞു മിറ്റിലിട്ടിരിക്കുക. ഇന്ന് ആ ഭവനം എന്റെ ഏറ്റെടുത്തോണം. വീട്ടിൽ കർത്താവിന്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. ദൈവം ആ തലമുറകളുടെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അങ്ങ് ഓരോ വ്യക്തികളെയും അങ്ങ് തൊടുന്നല്ലോ. ഒന്ന് ആ കർത്താവിന്റെ വലിയ മഹത്വത്തെ അങ്ങ് ചെയ്യുന്നല്ലോ അപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഉലഹന്നാൻ എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് 12 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി, അതായത് അത് മാറി ദൈവത്താൽ ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. കാലപ്പഴക്കം തന്ന് തടസ്സമായി നിൽക്കുന്നത് സകലതും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ഭവനം വിട്ട് മാറിപ്പോകട്ടെ. അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തിൽ ഒരു സ്വസ്ഥതയുടെ അന്തരീക്ഷം തുറന്നു വരട്ടെ. ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനത് ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ആ ഭവനത്തിന്റെ മേൽ തുറക്കുന്ന നല്ല നന്മകൾക്കായി നന്ദി പറയുന്നപ്പ. നന്ദി യേശുവേ. നന്ദി കർത്താവേ. ഞങ്ങളുടെ വലിയ കൃപയുടെ മഹത്വം ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുത്തിന് നന്ദി പറയുന്നപ്പ. പ്രതിസന്ധികൾ നീങ്ങട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ. ഞാനിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി 2 പേര്, ഒരു വിളിപ്പേരാണ്. ആ വ്യക്തിക്ക് ഷിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഷിജോയിനെ അപ്പു എന്ന് ഇങ്ങനെ എടുത്തു വിളിക്കുന്ന ഒരു കാഴ്ച ഞാൻ കേൾക്കുവാണ്. ഷിജോ എന്ന പേര് ആ വ്യക്തിയെ അപ്പു എന്നിടയ്ക്ക് വിളിക്കും. 2 വിളിപ്പേരാണ്. ഈ വ്യക്തിയെ ആ പേര് ഈ അപ്പു എന്ന്, ഷിജോ എന്ന പേരുള്ള വ്യക്തിയെ അപ്പു എന്ന് വിളിക്കുന്ന ആ വ്യക്തി ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ കുടുംബത്തിന്റെ മേൽ ഈ മകനുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇത് തുറന്നു പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഈ മകനുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും സൂമിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി മ്യൂട്ട് മാറ്റി പറയാം. അല്ല യൂട്യൂബിലോ മറ്റ് ലൈവിലാണ് കേൾക്കുന്നതെങ്കിൽ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്, ആലോചന ഇടപെടുന്നവർ മാത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും മ്യൂട്ടാണ് കിടക്കുന്നത്. എല്ലാവരും ഒന്ന് പ്രസ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് നമുക്ക് ആലോചന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മുന്നോട്ട് പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയോടെ കാത്തിരിക്കുക. കർത്താവ് ഇങ്ങനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ വ്യക്തിയെ കർത്താവ് അങ്ങ് തൊടുന്നല്ലോ. ആ വ്യക്തിയുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തി അങ്ങ് ചെയ്യുന്നല്ലോ അപ്പ. ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ മകനെ യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോണം. കുടുംബത്തിന് അവനൊരു അനുഗ്രഹമായി കർത്താവ് മാറ്റാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ. നന്ദി കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സാക്ഷ്യമായി ആ വ്യക്തി തീരട്ടെ, അത്ഭുതമായി മാറട്ടെ. നന്ദി കർത്താവേ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ. ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഈ സമയത്ത് കർത്താവേ, ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ്, കർത്താവെ അങ്ങയുടെ മുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു, അങ്ങെൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു, അങ്ങെൻ്റെ വേദനകളെ ചുമന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുറിവ് എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. അത്ഭുതകരമായ വ്യത്യാസം എൻ്റെ മേൽ തന്നിരിക്കുന്നു. ഞാൻ നന്മ കാണുന്നു, സൗഖ്യം കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗശക്തികൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറിപ്പോകുന്നു. രോഗത്തിൻ്റെ ആസക്തികൾ, രോഗത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. ഇതാരെ ഇപ്പം മെസ്സേജ് ഇട്ടേക്കുന്നത്? ഇപ്പം പറഞ്ഞ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ലായിരുന്നു. അപ്പു എന്നുള്ള പേരിട്ടേക്കുന്ന ഇപ്പം ടൈപ്പ് ചെയ്തേക്കുന്ന ആരാ? ബ്രദറെ, എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ പേര് ഷിജോ എന്നാണ്. അവരുടെ മോന്റെ പേര് അപ്പു.
ഈ ഷിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പു എന്നുള്ള പേരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ഷിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പു ആ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരാണ് മോന്റെ പേരാ, മോനാ. വിളിക്കുന്നത്, അപ്പു എന്ന് വിളിക്കുന്നത്. എന്ന് കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോളം പറ. പ്രത്യേകിച്ച് ഷിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറയണം. കർത്താവ് ഇന്ന് അവനെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഇന്ന് കർത്താവ് ഇന്ന് ഈ കൈയുടെ തണ്ടയ്ക്കായിട്ട് വേദനയുള്ള ഒന്നിലധികം വ്യക്തികളെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നതായിട്ട് പറയുന്ന കൈ എടുത്തു വെച്ച് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിന്റെ അത്ഭുതകരം അവിടെ സംഭവിക്കുന്നല്ലോ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ തിരുമുറിവിനാൽ ആരോഗ്യവും സൗഖ്യവും അവിടെ ഉണ്ടാകട്ടെ. എല്ലാ വേദനകളും വിട്ടുമാറട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും സൗഖ്യമാകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അങ്ങ് തൊട്ട് വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദി, സാക്ഷ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് സാക്ഷ്യങ്ങളെ പറഞ്ഞാട്ടെ. ബ്രദറെ, എന്റെ മുട്ടിന് നല്ല വേദനയായിരുന്നു. ഇപ്പൊ ബ്രദർ പറഞ്ഞപ്പോ തന്നെ ആ വേദന അങ്ങ് മാറി. കൈമുട്ടിന് വേദനയായിരുന്നു. അതെ, വലത് കൈയിലെ മുട്ടിന് നല്ല വേദന. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രാർത്ഥിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അതെ ബ്രദർ പറഞ്ഞപ്പോ തന്നെ ആ വേദന അങ്ങ് മാറി. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയത് പ്രിയസ്റ്റ് പറഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി പെട്ടെന്ന് തന്നെ ആ സൗഖ്യം അവിടെ മാറി. ആലോചന പറഞ്ഞപ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി മാറി. കർത്താവ് അങ്ങ് തൊട്ട് വിടിവിച്ച കൃപയ്ക്ക് നന്ദി, സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ ഒരു സംശയം ചോദിച്ചോട്ടെ ബ്രദർ. നമ്മള് രാത്രി 3 മണി 3:30 4 മണി സമയത്തൊക്കെ ഉണരുമ്പോഴേ ബ്രദർ ആ കിടക്കെ കിടന്നുകൊണ്ട് തന്നെ വചനം ഉരുവിടുത്ത് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമുണ്ടോ ബ്രദർ? എഴിക്കാതിരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമുക്ക് എങ്ങനെ വേണേലും വചനം പറയാം. നടന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ എങ്ങനെ വേണേലും വചനം പറയാം. വചനം പറയുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞോ. ഹലോ. എന്റെ മകൾ ക്രിസ്റ്റീനയുടെ കൈയുടെ മുട്ടിന് വേദനയായിരുന്നു. ഇങ്ങനെ എക്സാമിനൊക്കെ വേണ്ടി പഠിച്ച് ഒത്തിരി ഇങ്ങനെ എഴുതുകയൊക്കെ ചെയ്തിട്ട് കൈക്ക് മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. നെർവ് ഇങ്ങനെ കംപ്രഷൻ പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ അത് മാറി ബ്രദറെ, ഇപ്പൊ തന്നെ മാറി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്കെന്ന് ബ്രേസ്റ്റ് പറഞ്ഞു തന്നെ മോളുടെ വേദനയായിരുന്നു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അത്ഭുത സൗഖ്യത്തെ ലഭിച്ചു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അനേകരോട് പറയുക കർത്താവ് സൗഖ്യമാക്കിയത് അനേകർക്ക് സാക്ഷ്യമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാൻ ആങ്ങളയുടെ വീട്ടിൽ പോകാനായിട്ട് ബൈക്കിൽ കയറി മുട്ടിന് ഭയങ്കര വേദന, ഇരിക്കാൻ പറ്റാത്ത കണക്ക്. ഞാൻ അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, ഈശോയുടെ അടിപ്പിണരാൽ എനിക്ക് മുട്ടിന്റെ വേദന മാറിയിരിക്കുന്നു, എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞു. 5 മിനിറ്റിനകം വെച്ച് ആ വേദന മാറി. വീട്ടിൽ ചെന്നത് പോലും അറിഞ്ഞില്ല. പിന്നെ ഇതുവരെ വന്നിട്ടില്ല ആ വേദന. മഹത്വം. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്കെന്ന് ബ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വേദനയായിരുന്നു. കർത്താവ് അത് പൂർണ്ണ സൗഖ്യം കൊടുത്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദർ. പറഞ്ഞു. എന്റെ പേര് അനുശ്രീ എന്നാണ്. ഞാൻ തൃശ്ശൂര് ബ്രദർ വന്നപ്പോ മീറ്റിങ്ങിന് വന്നപ്പോ ഒരു പ്രാർത്ഥന വിഷയം തന്നിട്ടുണ്ടായിരുന്നു. USS സ്കോളർഷിപ്പ് ആയിരുന്നു. യേശു എനിക്ക് 68 മാർക്കോട് കൂടെ USS സ്കോളർഷിപ്പ് തന്നു. ആമേൻ. കർത്താവ് ഇന്ന് പ്രിയമോൾക്ക് വേണ്ടി പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി. രാജ്യങ്ങളുടെ നന്മ കർത്താവ് തുറന്ന കൃപയ്ക്ക് നന്ദി. ആ രാജ്യത്ത് പോട്ടെ. കർത്താവിന്റെ നാമത്തെ സ്കോളർഷിപ്പിനാൽ പഠിച്ച് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ. പറഞ്ഞു. പാലക്കാട് നിന്ന് സാവിത്രിയാണ്. ബ്രദർ പറഞ്ഞില്ലേ ഒരു വീടിന്റെ മുറ്റത്ത് സിമെന്റ് ഇടണമെന്ന്, അതിപ്പോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അനിയത്തിയുടെ ഭർത്താവ്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലങ്ങളെല്ലാം സിമെന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് തലമുറയ്ക്ക് വേണ്ടി അവർ ഒരുപാട് ഭാരപ്പെട്ടു. എന്നെ മനസ്സ് വിട്ട് കരഞ്ഞു എന്നെ വിളിച്ചിട്ട്. കാരണം അവര് 4 തലമുറ അവരുടെ മക്കള് 4 വിധത്തിലായിപ്പോയി. അതുമല്ല അവർക്ക് പഠിച്ച് ജോലിയൊന്നും ഇല്ലാണ്ട് വല്ലാത്ത ഭാരപ്പെട്ടിരിക്കുകയാണ്.
അവര് പല വിധത്തിലും കടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് ശരിക്കും കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ കരയണ്ട, എന്തോ ഒരു നന്മ വരാൻ പോയിട്ട് അതിന്റെ സങ്കടമാണ് നിനക്ക്, നീ ഇതെല്ലാം മറക്കും, നീ നിന്റെ വായും കൊണ്ട് തന്നെ നന്മ പറയും, നീ പിള്ളേരെ പറ്റിയിട്ട് വിപരീത വാക്കുകൾ സംസാരിക്കാതെ വീടിന്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അവര് ഭയങ്കര സങ്കടത്തിലിരിക്കുകയായിരുന്നു. ബ്രദർ പറഞ്ഞത് അവർക്കുള്ള ആലോചനയാണെന്ന് ഞാൻ ഏറ്റെടുക്കണം ബ്രദറെ. അവരോട് പറയുക, അത് അയച്ചു കൊടുക്കുക, കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുക, വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പാസ്റ്ററെ സ്തോത്രം. ഞാനൊരു പറഞ്ഞു. സാക്ഷ്യം പറയാനല്ല, സാക്ഷ്യമല്ല, ഞാൻ ഇന്ന് ഈ സൂം മീറ്റിങ്ങിന് കൂടുമ്പം നമ്മളത് പിറ്റേ ദിവസം ഞാൻ പിന്നെ ഒന്നും കൂടി കേൾക്കും. ആ കേൾക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ പറയുന്നത് മനസ്സിലാവാതെ അധികമായി കൂടുതലായിട്ട് അത് പിറ്റേ ദിവസം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇന്നലത്തതൊക്കെ എനിക്ക് ഇന്ന് കേട്ടപ്പോൾ ഒത്തിരി, ഇന്നലെ ഞാൻ ശ്രദ്ധിക്കാത്ത പോലെ വരുന്നതൊക്കെ കൂടി ഇന്ന് എനിക്കത് ഒന്നും കൂടി വ്യക്തമായി മനസ്സിലായി. കുറേ കാര്യങ്ങൾ എനിക്ക് വിശ്വാസത്തിൽ വർദ്ധിക്കാൻ പറ്റി പാസ്റ്ററെ. ആമേൻ. കർത്താവ് അങ്ങ് പ്രവർത്തിച്ച കൃപയ്ക്ക് ഇനിയും ഇനിയും ക്രിസ്തുവിൽ വളരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ആമേൻ. ബ്രദർ, ഞാൻ മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് സിന്ധുവിന്റെ മകനാണ്. ഞാൻ ഒരു എബ്രോഡ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാഗ്ദത്തത്തിന്റെ പുറത്ത് ഞാൻ ഈ IELTS ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കർത്താവിൽ ആശ്രയിച്ച് IELTS ക്രാക്ക് ചെയ്തതിന്റെ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാനൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 25 lakhs എബ്രോഡ് സ്റ്റഡീസിനുള്ള. അത് മിറാക്കിൾ മണിയാണ്, അത് വരണം, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ആ റാങ്ക് ലിസ്റ്റ് 175 പേരിൽ 142ാമത്തെ പേരിൽ ആയിട്ട് കർത്താവ് എന്നെ ആ റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് സ്വർഗം സഹായിച്ചു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് തുറന്ന നന്മയ്ക്ക് നന്ദി. പ്രിയമാൻ പറഞ്ഞ പോലെ തന്നെ അത് മിറക്കിൾ തന്നെയാണ്. കർത്താവ് അനേകരെ തെരഞ്ഞെടുത്തൊരു സാക്ഷിയാക്കി മാറ്റിയല്ലോ. അതിന് നന്മയാകട്ടെ, രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, അത് പോരാഞ്ഞിട്ട് അതും പോരാഞ്ഞിട്ട് ഞാൻ 2-3 യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ആ യൂണിവേഴ്സിറ്റീസിൽ നിന്നൊന്നും ഒരു മറുപടി ഇനി കിട്ടാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്കോളർഷിപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതും പോരാഞ്ഞിട്ട് ഇതിന് പുറമെ സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പക്ഷെ പ്രാർത്ഥിക്കണം. ഞാൻ UK നോക്കുന്നത്. എനിക്ക് പറഞ്ഞാൽ എനിക്ക് പാസ്റ്ററിനെ നേരിട്ട് വന്ന് കാണണമെന്ന് എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹം തന്നെയാണ്. കാരണം ഓരോ തകർന്നു പോകുന്ന സാഹചര്യത്തിലും ഓരോ വചനങ്ങൾ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് പാസ്റ്റർ. തീർച്ചയായിട്ടും ബ്രദറെ, കർത്താവ് അത് റെഡിയാക്കും. എപ്പോഴും പറഞ്ഞ ഞാൻ രാജ്യങ്ങളിൽ പോകും, കർത്താവിന്റെ സാക്ഷിയാകും. യേശുവിന് അത് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് അതുപോലെ തന്നെ ചെയ്യാൻ ശക്തനാ കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. അത്ഭുതകരമായി തന്നെ കാണാം കേട്ടോ. പറഞ്ഞു. എനിക്ക് 4 മാസത്തോളായിരുന്നു കൈയുടെ തണ്ടക്ക് ഭയങ്കര വേദനയായിരുന്നു. ബസ്സിലെ കമ്പി പിടിച്ചപ്പോ, ബസ് ബ്രേക്ക് പിടിച്ചപ്പോ ഞാനിങ്ങനെ മുട്ടുകുത്തി വീണപ്പോ കൈ ഇങ്ങനെ തിരിഞ്ഞു പോയിനു. അങ്ങനെയുള്ള വേദന ഞാനിപ്പോ ഈ നിമിഷം വരെ എനിക്ക് വേദന ഉണ്ടായിരുന്നു. ഇങ്ങനെ കൈ പൊന്തിച്ച് കിടന്ന് കൈയുടെ തലയ്ക്ക് ഇങ്ങനെ കൈയെല്ലാം വെച്ച് ഭയങ്കര വേദനയാണ്. ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കും. ഇപ്പം പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൈവച്ച് ശക്തമായി അതിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ വലിയൊരു സൗഖ്യമാണ് ദൈവം തന്നു. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ കൈക്ക് വേദനയായിരുന്നു. കർത്താവ് അത് ഇപ്പൊ തന്നെ സൗഖ്യം കിട്ടിയല്ലേ? നന്ദി. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ. ഞാൻ ഒരാഴ്ച മുമ്പേ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. എന്റെ മുട്ടിനല്ല, എന്റെ ഏണിനും കാലിനും കൂടെ വേദന വന്നത്. എനിക്ക് അന്നും പ്രാർത്ഥന പറഞ്ഞ് അന്ന് തന്നെ മാറിയതായിരുന്നു. അത് അതിന് പിന്നെ ഈ കാലിന്റെ ഏണിനായിട്ട് വേദനയുണ്ട്. കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. കിടക്കുമ്പോ വേദനയുണ്ടായിരുന്നു. അത് ഞാൻ കൊണ്ടു നടക്കായിരുന്നു, കുഴപ്പമില്ലാന്ന്. ഇന്നലെ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും അതുകൊണ്ട് ആ കൈവച്ച് ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കിടന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആ വേദന ഇല്ലായിരുന്നു. ഇന്ന് ആ വേദന എനിക്ക് കിടക്കുമ്പോ ഇല്ല. ആമേൻ. കർത്താവ് അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുത്ത കൃപയ്ക്ക് എന്ന് സൗരി പറഞ്ഞ പോലെ തന്നെ വേദനയായിരുന്നു. ആ വേദന പൂർണ്ണമായിട്ടും കർത്താവ് എടുത്തു മാറ്റി അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹലോ ഹലോ പറഞ്ഞു സിസ്റ്റർ. ഹലോ ബ്രദറെ, എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഞാൻ ഒരു 10-30 വർഷം മുമ്പ് ഞാൻ
പുതിയ വീട് വാങ്ങിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജി വന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് അന്ന് ഒരു 3-4 വർഷം പഠിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്ക് പിന്നെ ഒന്നും കണ്ടിന്യൂ ചെയ്യാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞൊരു 5-6 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ വീടിന്റെ പുറത്തോട്ട് യാതൊരു ആവശ്യങ്ങൾക്ക് ഞാൻ പുറത്തോട്ട് ഇറങ്ങാറുമില്ല. വീടിനുള്ളിൽ നിന്ന് ആൾക്കാർ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം നെഗറ്റീവായിട്ട് ചിന്തകളാണ് മുഴുവനും. അതുകൊണ്ട് ഞാൻ അവരാരും ഇല്ലെങ്കിൽ പെരക്കകത്ത് ഇരിക്കത്തില്ല, വീടിനകത്തോട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വല്ലാതെ എനിക്ക് പുറത്ത് ഒറ്റയ്ക്ക് പോകാനും പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞ ജോലിക്കെല്ലാം ഞാൻ പുറത്ത് പോയിട്ടുണ്ട്, സൗദിയിലും ഗൾഫിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു 15 വർഷത്തോളമായി ഞാനിപ്പം യാതൊരു കാര്യത്തിനും പുറത്തോട്ട് പോകാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹസ്ബൻഡിന്റെ ജോലി ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഞാനത് എൻ്റെ ബുദ്ധിമുട്ട് നല്ല ജോലി അതും കളഞ്ഞു. ഞാനും അവിടെ തന്നെ ആയിരുന്നു, ബുദ്ധിമുട്ട് കാരണം തിരിച്ചു വന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് നാട്ടിൽ എന്ത് ചെയ്യണമെന്നും അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. വല്ലാത്തൊരു ക്ലേശത്തിലൂടെ ഇപ്പം ജീവിതം കടന്നു പോകുന്നത്. സിസ്റ്റർ ഇന്ന് മുതൽ സിസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. സിസ്റ്റർ ഞങ്ങളുടെ ലൂക്കോസ് 10:19 ഇത് പറയണം, പാമ്പുകളെയും തേളുകളെയും വെറുതെ പറയുകയല്ല. സിസ്റ്റർ ഉറക്കെ ആ ഭവനത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് തന്നെ ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും, ആ വാക്ക് എടുത്തു പറയണം, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരത്തില്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ആവർത്തന പുസ്തകത്തിലെ വാക്യം. ഈ 2 വാക്യങ്ങൾ സിസ്റ്റർ ഈ ദിവസങ്ങളിൽ മുടങ്ങാതെ ഭവനത്തിൻ്റെ അകത്ത് ഉറക്കെ പറയുക, മുടങ്ങാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 2 വാക്യങ്ങൾ ചുമ്മാ പറയരുത്. ആ വീടിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് അത് വ്യക്തമായിട്ട് പറയുമ്പോൾ സിസ്റ്ററുടെ മനസ്സിൻ്റെ അകത്തുള്ള ചിന്തകൾ വിട്ടുമാറുകയും ചുറ്റുമുള്ള സകല അന്തരീക്ഷത്തിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അത് വലിയൊരു സാക്ഷ്യമായിട്ട് തന്നെ മാറും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? പറഞ്ഞു. ഇന്നലെ ഒരു ആലോചന പറഞ്ഞായിരുന്നു. 1969 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള. ആക്ച്വലി എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1968 പക്ഷെ എന്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും അങ്ങനെയല്ല ഒഫീഷ്യലായിട്ട് 1969. കാരണം അങ്ങനെയാണ് അന്ന് സ്കൂളിൽ ചേർത്ത സമയത്ത് വെച്ചത് കൊണ്ട്. അപ്പൊ ഞാനത് 68 ആയതുകൊണ്ടാണ് ഞാനത് ഇന്നലെ ഏറ്റെടുക്കാതിരുന്നത്. ഇപ്പോൾ ഞാനത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി ആലോചനകളെ ശ്രദ്ധിക്കുക. കർത്താവിന്റെ നാമത്തിൽ അത് സ്വീകരിക്കുക. ദൈവം അതൊരു സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഓക്കെ, സ്തോത്രം. ആമേൻ. പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട്. ഞാൻ 1 മാസം മുമ്പാണ് നമ്മുടെ പരിസരത്തിൽ അവര് ഊട്ടിയിലാണ് ഇരിക്കുന്നതേ. ആ ഉമ്മൂമ്മയ്ക്ക് ഒരു 78 വയസ്സുണ്ടാവും. അവര് ഈ തേയിലയൊക്കെ വലിക്കാൻ പോകുന്ന ജോലിയായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് ആൻജിയോ ചെയ്യണം, സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞു. 3-4 ഹോസ്പിറ്റലൊക്കെ പോയി കാണിച്ചു നോക്കിയപ്പോ അവരൊന്നും പറ്റില്ല. ഏജ് ഇത്രയായി. അവർക്ക് ഒന്നാമത് ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞു. കിഡ്നി പ്രശ്നം, ഹാർട്ടിന്റെ പ്രശ്നം, കംപ്ലീറ്റ് ശരീരം മുഴുവൻ ഒരു സ്പൂൺ വെള്ളം കൂടി അവർക്ക് ചെല്ലില്ല. പിന്നെ ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് അവരെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിനൊക്കെ തിരിച്ചു പറഞ്ഞയച്ചു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞയച്ചു. പിന്നെ ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച പിറ്റേ ദിവസം ഞാൻ കാലത്ത് ചോദിച്ചു പറയുമ്പോൾ നല്ലൊരു മാറ്റമുണ്ട്. രാത്രി സുഖമായി ഉറങ്ങി. ഒരു 2 സ്പൂൺ വെള്ളമെങ്കിലും എനിക്ക് കുടിക്കാൻ പറ്റി കൂട്ടി പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസവും ഞാൻ അതുപോലെ നോക്കിയപ്പോ നല്ല എണിച്ച് നടക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ ചോദിച്ചു സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചോദിച്ചു ഇവർക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞാൽ കൈവച്ച് നിറയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പാമ്പുകളും തേളി ശത്രുവിന്റെ സകല ബലത്തെ അതേപോലെ പഴയ വചനങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം പ്രവർത്തിച്ചു. അതേപോലെ ആൻജിയോ ചെയ്യാൻ പറ്റില്ല പറഞ്ഞ ആൾക്ക് ആൻജിയോ ചെയ്തു. പിന്നെ കിഡ്നി പ്രശ്നം എന്ന് പറഞ്ഞ് കിഡ്നിക്ക് ഒരു പ്രശ്നവുമില്ല. ഫുഡെല്ലാം കഴിക്കുന്നു, പിണിച്ച് നടക്കുന്നു, അവരവരുടെ ജോലികളെല്ലാം ചെയ്യുന്നു. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് പ്രവർത്തിച്ച് പറഞ്ഞ പോലെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുവാൻ ഇടയായത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന റിസൾട്ടുകളാണ് കർത്താവ് നിങ്ങളിലൂടെ ചെയ്യുന്നത്. ഇനിയും എല്ലാവരും ഇതുപോലെ എന്ത് ചെയ്യുക? പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. അത്ഭുത സാക്ഷ്യങ്ങളെ കർത്താവ് തുറക്കും. കിഡ്നി പ്രോബ്ലമൊക്കെ നമുക്കറിയാം ജീവിതകാലം മുഴുവൻ നിൽക്കുന്നതാണ്. പക്ഷെ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറയാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവ് ഇനിയും പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു.
ഹലോ പറഞ്ഞോ. ബ്രദറെ, ഒരു പ്രയർ റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ടായിരുന്നേ. സിസ്റ്റർ, പ്രയർ റിക്വസ്റ്റ് നമ്മൾ പ്രയർ ലൈനിൽ അയക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞത് കൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളൊക്കെ അയക്കുക. ഈ സമയത്ത് നമ്മൾ സാക്ഷ്യത്തിന്റെ സമയമാണ്. അപ്പം പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പ്രയർ ലൈൻ നമ്പറിലേക്ക് അയക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. എന്റെ സ്കോർ ഇവിടെ ബ്രദറെ, കാണാൻ പറ്റുമോ സ്ക്രീനിൽ? ഇന്നലെ ഒരു ഗൗരി എന്നൊരു മോടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം. അത് ആലോചന എന്റെ ശ്രദ്ധിച്ച് ആങ്ങളയുടെ മോള്. ആലോചന ആലോചന ശ്രദ്ധിച്ച് അത് കേൾക്കുക. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ദൈവാത്മാവ് ഇടപെട്ടത് അത് മുഴുവൻ കേട്ടത് പ്രാർത്ഥിക്കുക. കർത്താവ് അത് സാക്ഷ്യവാക്കി മാറ്റും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, ഇന്നലെ 1969 എന്ന് പറഞ്ഞത് ഞാൻ 1969 വീടിന്റെ ബാക്കിൽ പുളിമരമുണ്ട്. 6 അംഗങ്ങൾ വീട്ടിലുണ്ട്. പിന്നെ വിവാഹം കഴിച്ചയച്ചത് 1 മണിക്കൂർ യാത്ര ചെയ്യുന്ന അത്രയും ഇതാണ്. ഞാൻ അതിൽ ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റെടുത്ത് സിസ്റ്ററെ, കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സമയം മുന്നോട്ട് പോയി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുമാറാകട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ എല്ലാ മേഖലയിലും സാക്ഷിയാക്കി മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഈ സമയത്ത് മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഏറ്റുപറയാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ആ വഴികളെയും വാതിലുകളെയും തുറക്കുവാൻ ശക്തനാണ്. എല്ലാവരും ഈ നിമിഷം തന്നെ